സിംസാർ ഉസ്താദേ, നമ്മളെ സദർ ഉസ്താദിന് ഇവിടെ ഉണ്ട് നിങ്ങളൊന്ന് അറിയണമല്ലോ. സദർ ഉസ്താദിന് കൊടുത്തിട്ട് സിംസാർ ഉസ്താദ് ഒന്ന് ക്ഷണം ഉദ്ഘാടനം ചെയ്യും. നമ്മളെ പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മളെ പിന്നെ സിംസാർ ഉസ്താദിനെ കൊടുത്തിട്ട് അതിൻ്റെ ക്ഷണം. ഉസ്താദ് 5 ആളെ ക്ഷണിക്കട്ടെ, വയൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഒരു പേരും 13-ാം തീയതി പരിപാടിക്ക് ഉണ്ടാവും. ഉസ്താദാണ് അവിടെ തിങ്കളാഴ്ച 13-ന് വയൽ പറയണം. സിംസാർ ഉസ്താദിനെ 5 കുടുംബത്തെ എത്തിക്കണേ, നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും. ഇനി ഉസ്താദിൻ്റെ വയൽ തുടങ്ങാണ്ട് 1 മിനിറ്റ് തങ്ങൾ സ്വന്തം കൊടുക്കണം. പിന്നെ ഇനി ഒരു പരിപാടി ഇവിടെ ഇല്ല. സിംസാർ ഉസ്താദിനോട് പറയാനുള്ള പിരിവ് പോലും ഇല്ല. ഒരു ബക്കറ്റ് വരും, ആ ബക്കറ്റ് ഇങ്ങനെ ആളുകൾ മുമ്പിലേക്ക് പോകും. ഈ പരിപാടിയുടെ ചെലവിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് നിങ്ങൾ സംഭാവനയായി കൊടുക്കുക. അത് ഉസ്താദ് നിങ്ങളോട് പറയും. അലത്തൂൽ വയലാണ് പറയേണ്ടത്. എൻ്റെ പണി പോലും ഇനി ഇവിടെ ഇല്ല. വയൽ നന്നായി പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ നോമ്പായതുകൊണ്ട് എനിക്ക് ചില ക്ഷീണമൊക്കെ ഉണ്ടാവും. ആ ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ജനങ്ങൾ നിങ്ങളെ കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നല്ല വയൽ പറഞ്ഞ് അവസാനം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ മഹലിന് വേണ്ടിയും ദുആ ചെയ്യണം. ഇതിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് വസിയത്ത് എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് പ്രഭാഷണത്തിനായി ഉസ്താദ് അവരെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിയുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ആനുകാലിക വിഷയങ്ങളിൽ വളരെ ആധികാരികമായി ഇസ്ലാമിൻ്റെ വീക്ഷണം സ്ഥിരീകരിക്കുന്ന അല്ലാഹുവിൻ്റെ അനുഗ്രഹീത പ്രഭാഷകൻ, യുവ പണ്ഡിതനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി അവറുകളെ എല്ലാവിധ ആദരവും ബഹുമാനത്തോടും കൂടി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد سيد العرب والعجم، خير من صلى وصام، قائدنا قائد الغر المحجلين يوم القيامة. فصل اللهم عليه وعلى آله وأصحابه وأتباعه وأعوانه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أعوذ بالله السميع العليم من الشيطان الرجيم. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة
الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ അധ്യക്ഷർ EP ഷംസുദ്ദീൻ സാഹിബ് അവറുകളെ, അഭിനന്ദരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവറുകളെ, ഉദ്ഘാടനം നിർവഹിച്ച പാണക്കാട് സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, മട്ടന്നൂർ ദീനി സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെയൊക്കെ പ്രതിഭാധനരായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ്. റമദാൻ യമുറു മർറൽ കിറാം, മാന്യനായ ഒരാൾ കടന്നു പോകുന്ന പോലെ റമദാൻ കടന്നു പോകും എന്ന് മഹാന്മാർ പറയാറുണ്ട്. മാന്യതയുടെ അടയാളം എന്ന് പറയുന്നത്, മട്ടന്നൂർ ടൗണിലൂടെ ഒരു കരീമായ ഒരു മനുഷ്യൻ, മാന്യനായ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ചെവി കൊടുക്കാതെ മുന്നോട്ടു പോവുക, അത് ശ്രദ്ധിക്കാതെ താൻ ചെയ്യാൻ പോകുന്ന നന്മയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കുക. അതിനൊരു പക്ഷെ വലിയ ഉദാഹരണമായിരിക്കും നമ്മുടെ ആക്കോട് ഉസ്താദ് തന്നെ. ഞാനും ആക്കോട് ഉസ്താദും ഒരു വർഷം ഒരുമിച്ചാണ് ദാർഹുദയിൽ നിന്ന് പാസ്സായത്. അദ്ദേഹം മട്ടന്നൂരിലേക്ക് വന്നു, ഞാനങ്ങ് UAE-യിലേക്കും പോയി. ഞങ്ങൾ രണ്ടുപേരും പോയിടത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ആക്കോട് ഉസ്താദിനെ എനിക്കറിയുന്നതിലേറെ നിങ്ങൾക്കൊക്കെ അറിയും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദ് പോയിട്ടുണ്ടാവൂലേ? എന്നാ ഞാൻ പോയിന്റെ ശേഷം പറയുള്ളൂ. ഏതായിരുന്നാലും നമ്മുടെ മട്ടന്നൂർ പ്രദേശത്ത് ഉസ്താദ് കയറി വരാത്ത വീടുകൾ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അറിവ്. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നമ്മളെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടൊരു മുറൂറൽ കിറാം, മാന്യന്മാര് പോകുന്ന പോലെ റമദാനിനെ മൈൻഡ് ചെയ്തവർക്കും മൈൻഡ് ചെയ്യാത്തവരുടെ മുമ്പിലും റമദാൻ പെട്ടെന്ന് നടന്നു പോവുകയാണ്. അത് മുന്നോട്ടുള്ള യാത്രയിലാണ്. അടുത്ത ഒരു അവസരത്തിലേക്ക്, ഒരു റമദാനിലേക്ക് ആരൊക്കെ ഉണ്ടാകും എന്നൊന്നും ആർക്കും പ്രവചിക്കുക സാധ്യമല്ല.
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിളിയാളം കാത്തുകിടക്കുന്ന ആളുകളാണ് നമ്മൾ. എപ്പോഴാണ് അല്ലാഹു തിരിച്ചു വിളിക്കുന്നത്? ആ സമയത്ത് നമ്മുടെ മയ്യത്ത് ജനാസ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ബാങ്കും ഇഖാമത്ത് പോലും കൊടുക്കാതെ മയ്യത്ത് നിസ്കാരം തുടങ്ങും. ബാങ്കും ഇഖാമത്തിന് പോലും കാത്തിരിക്കേണ്ടതില്ല. അത് ജനിച്ചപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനിച്ച കുഞ്ഞ് പിന്നെ എപ്പോഴും മരിക്കാലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം, ഡയറക്റ്റ് നിസ്കാരം മാത്രമാണ്. ബാങ്ക് കൊടുക്കാൻ നിൽക്കൂല അവിടെ. അത്രയും പെട്ടെന്ന് മയ്യത്തിനെ ഖബറിലേക്ക് വെക്കണം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു യാത്രയുടെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഇടയ്ക്കിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാസങ്ങളുടെ എണ്ണങ്ങൾ 12 ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഒരു വർഷമായി സമയത്തെ അള്ളാഹു നിശ്ചയിക്കാൻ കാരണം 12 മാസം. അതിൽ ഒരു സൈക്കിൾ പൂർത്തിയാക്കി അടുത്തൊരു സൈക്കിൾ തുടങ്ങുന്നു. റമദാനു ഇലാ റമദാൻ വൽ ജുമുഅതു ഇലൽ ജുമുഅ വൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ ഇദ ജുനിബത്തിൽ കബായിർ. റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഒരു ദുൽഹിജ്ജ മുതൽ അടുത്ത ദുൽഹിജ്ജ വരെ, ഒരു ജനുവരി ടു അടുത്ത ജനുവരി, ഒരു മുഹറം ടു അടുത്ത മുഹറം, ഇങ്ങനെ ഒരു സമയക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഒരു വർഷം കഴിഞ്ഞല്ലേ, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഒരു വർഷം ഒരു 50 മാസമൊക്കെയാണെന്ന് വിചാരിക്കാം. ആ ആവർത്തനം നമുക്ക് വൈകിപ്പോയി. 50 മാസം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പൂർത്തിയാവുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ഒരു ഉണർവ് നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു 12 മാസങ്ങളായി 29-30 ദിവസങ്ങളായി ചന്ദ്രവർഷത്തെ അല്ലാഹു സംവിധാനിച്ചു. റമദാൻ ഇപ്പോൾ നമുക്ക് ചൂടിലാണ്. ഒരല്പം കൂടെ കഴിഞ്ഞാൽ, ഒരു 5-8 വർഷം കൂടെ കഴിയുമ്പോൾ ശരിക്കും തണുപ്പുള്ളൊരു കാലാവസ്ഥയിലേക്ക് റമദാൻ തിരിച്ചു വരും. 30 വർഷം പ്രായമുള്ള ഒരു മനുഷ്യൻ അടുത്തൊരു 30 വർഷം കൂടെ ജീവിക്കുമ്പോൾ, ഇതിപ്പോ നമ്മൾ മാർച്ചിലാണ് റമദാൻ. ഇനി മാർച്ച് മാസം ഈ 20-ന് ശേഷം ഒരു റമദാൻ കിട്ടണമെങ്കിൽ 30 വർഷം കഴിയണം. 2 സൈക്കിൾ 60 കൊല്ലാകുമ്പോൾ ഏകദേശം നമ്മുടെ ആയുസ്സായി, പിന്നെ പോകേണ്ട സമയമായി തുടങ്ങി. അപ്പൊ 2 തവണ എല്ലാ മാസങ്ങളിലൂടെയും എന്ന് പറഞ്ഞാൽ സോളാർ ഗ്രിഗോറിയൻ മാസങ്ങളിലൂടെ, ജനുവരി ഫെബ്രുവരി, ആ കാലഘട്ടങ്ങളിലൂടെ റമദാൻ കടന്നുപോകും. അള്ളാഹുവിന് മാസത്തെ സൂര്യന്റെ ചലനത്തെ ആസ്പദമാക്കി അള്ളാഹുവിന് നിശ്ചയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല. ളുഹറും അസ്റും മഗ്രിബും ഒക്കെ അങ്ങനെയാണ്. സൂര്യന്റെ ചലനമാണ്. സൂര്യൻ സവാലിലെത്തുമ്പോ സൂര്യന്റെ ഖുറൂബ്, സൂര്യന്റെ ഇശ്റാഖ്, ഇതൊക്കെ നിസ്കാര സമയം സൂര്യനെ ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ നോമ്പ് കിടക്കുന്നത് ചന്ദ്ര സമയത്തെ ബന്ധപ്പെടുത്തിയാണ്. അതിൽ വലിയ ഹിക്മത്തുണ്ട്. എല്ലാ മാസവും എല്ലാ വർഷവും റമദാൻ ഇതുപോലെ ഒരു മാർച്ചിലാണെങ്കിൽ കേരളക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ പറയും, അള്ളാഹുവിന്റെ നീതി എവിടെ? യൂറോപ്യൻ രാജ്യക്കാർക്ക് തണുപ്പ്, അവർക്ക് പെട്ടെന്ന് പ്രയാസമില്ലാതെ റമദാൻ സ്വീകരിക്കാൻ പറ്റുന്നു, നമുക്കതിനെ കൊണ്ടാകുന്നില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പരാതി വരും, എന്തേ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ അള്ളാഹു റമദാൻ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? 60-55 ഡിഗ്രി ചൂടിൽ എങ്ങനെ പ്രവാസികൾ നോമ്പെടുക്കും? അവിടുത്തെ അറബികൾ നോമ്പെടുക്കും. പേശി വന്നു, ശരിയാണ്. എന്നാൽ പോലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതൊന്നും ആക്സസിബിൾ അല്ലാത്ത ആളുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തീരുമാനം, റമദാൻ എല്ലാ കാലാവസ്ഥയിലും ഇങ്ങനെ കഴിഞ്ഞു വരും. എല്ലാവർക്കും ഒരു മാസം തന്നെ വരൂല. തണുപ്പ് കാലമുള്ളവർക്ക് ചൂടുകാലത്ത് റമദാൻ വരും, ചൂടുകാലത്തുള്ളവർക്ക് തണുപ്പിലേക്ക് വരും. പകൽ കൂടിയ സമയം വരും, പകൽ ചുരുങ്ങിയ സമയം വരും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലൂടെ 30 വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ അള്ളാഹു അതിനെ നടത്തിക്കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ.
നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ, അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെ പരിഹരിക്കുകയും അല്ലാഹു മോചനത്തിന്റെ ഫറജിന്റെ വഴി അല്ലാഹു ഒരുക്കി തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. هذا يوم ينفع الصادقين صدقهم. സത്യസന്ധന്മാരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസം ഇന്നത്തെ ഈ ദിവസമാണ്. ഖിയാമത്ത്. സത്യസന്ധരായി ജീവിതം ജീവിച്ചു തീർത്തവരെ, വഞ്ചിച്ചിട്ടും കളവ് പറഞ്ഞിട്ടും ജീവിക്കാം, സത്യം മാത്രം പറഞ്ഞും ജീവിക്കാം. പക്ഷേ സത്യം പറയുന്നവന്റെ സത്യം വിശ്വസിക്കപ്പെടാത്തൊരു കാലം വരും എന്ന് പുണ്യനബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ ആള് പറയുമ്പോ അത് നുണയാ പറയണത്. നുണ പറയുന്നവൻ അത് വശ്യമായിട്ട് പറഞ്ഞാൽ സത്യല്ലയാ പറഞ്ഞത്. എല്ലാറ്റിനും ഫാനുകളുണ്ട്, എല്ലാവർക്കും ഫാൻസ്. നുണ പറയുന്നവർക്കും ഫാൻസ് അസോസിയേഷൻ. പച്ചക്കളവ് പറഞ്ഞാലും തക്ബീർ ചൊല്ലാൻ ആളെ കിട്ടും, സത്യം പറഞ്ഞാലും കിട്ടും, എല്ലാത്തിനും കിട്ടും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാ. പക്ഷേ സത്യം മാത്രം വിജയിക്കുന്ന ഒരു ദിവസം, ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സത്യസന്ധത പുലർത്തിയ ആളുകൾക്ക് ആ സത്യസന്ധതയുടെ ഉപകാരം അല്ലാഹു നൽകുന്ന ദിവസമാണിത്. ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്വാരങ്ങളിലൂടെ മനോഹരമായ സ്വർഗീയ നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ അല്ലാഹു അവർക്ക് നൽകി വെച്ചിരിക്കുന്നു. സ്വർഗത്തിലെ നദികളെന്ന് പറയുന്നത് ഭൂമിയിലെ നദികളോട് ഉപമിക്കരുത്. മട്ടന്നൂർ പുഴ ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ഒരു പുഴയും സ്വർഗത്തിലെ പുഴ പോലെയല്ല. ഇസ്മുള്ളൂ, മുസമ്മ വേറെയാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ പുഴ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കൺസെപ്റ്റ് വേണം. അതിന് നമ്മുടെ നാട്ടിലും പുഴയുണ്ട്. സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് പറയുമ്പോൾ ആ പഴങ്ങളുടെ സമാനമായ പേരുള്ളത് ഇവിടെയുണ്ട്. പക്ഷെ അവിടത്തേത് മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും അതിനെക്കുറിച്ച് വേണ്ട വിധം കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സ്വർഗം എന്താണെന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. അതാണ് സ്വർഗം. ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സത്യസന്ധരായ ആളുകളെ കാത്തിരിക്കുന്ന സ്വർഗലോകത്തെ വിശദീകരിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഖാലിദീന ഫീഹാ അബദാ. മരിക്കൂലോ എന്നൊരു ചിന്ത തന്നെ വേണ്ട, മരിക്കൂല. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? ഒരു 100 വയസ്സായി എന്ന് വിചാരിക്കാം. ഒരു 25 വയസ്സിന്റെ ആരോഗ്യത്തിലാണ് നിൽക്കുന്നത്. ജീവിക്കാൻ അത്യാവശ്യം പൈസയും കയ്യിലുണ്ട്. ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹം ഉണ്ടാവോ? ഉള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലെ. എന്നാലും നിരക്കേട്ടില്ല, പോകാം. പക്ഷെ മനുഷ്യൻ മരണത്തെ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. ഇത് ഏതായാലും കഴിഞ്ഞു, ഇനിയിപ്പോ എണീറ്റ് നടക്കലൊന്നും നടക്കൂല, ഇനി ഇങ്ങനെ ആശുപത്രിയും ഗ്ലൂക്കോസും കയറ്റിട്ട് നടക്കലായിരിക്കും. അപ്പം മാനസികമായിട്ട് നമ്മൾ റെഡിയാവും, ഇവിടുന്ന് പോവാ.
മരണത്തോടടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ അള്ളാഹു പാകപ്പെടുത്തും. ഇനി എനിക്കുള്ളതല്ല, മക്കളും പേരെ കുട്ടികളൊക്കെ ജീവിക്കട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ പറഞ്ഞു തുടങ്ങും. അതെന്തുകൊണ്ടെന്നറിയോ? മരണമുണ്ട് എന്ന ഒരു ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വർഗം അങ്ങനെയല്ല. ഖാലിദീന ഫീഹാ അബദാ, ഒരിക്കലും സ്വർഗത്തിൽ മരിക്കൂല. യാ അല്ലാഹ്. അതുമാത്രമോ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അവരല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടവരാണ്. ആരെ? സത്യസന്ധതയിൽ ജീവിച്ചവർ. ഇതൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വേണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഖുർആനിന്റെ ആഹ്വാനമാണ്. സത്യസന്ധത പാലിക്കണം. ദാലികൽ ഫൗസുൽ അദീം. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നത് വിജയങ്ങളിൽ ഏറ്റവും മഹത്തരമായ വിജയമാണത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ്. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് സൂറത്ത് തൗബയിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. ഏതൊരു സംഘടനയാണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും സൗഹൃദമാണെങ്കിലും കൂട്ടുകെട്ടുകളാണെങ്കിലും സത്യസന്ധതയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാർക്കും മനസ്സിലാവും. നമ്മുടെ ലോജിക്കും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ആരൊക്കെയാ ഇവിടെ സത്യം പറഞ്ഞ് സത്യം ചെയ്യുന്നത്, ആരവിടെ നുണ പറഞ്ഞ് കാര്യം ചെയ്യുന്നത് എന്നൊക്കെ. സത്യസന്ധത ഒരു മുഅ്മിനിന്റെ കൂടെ പിറപ്പാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അത് നഷ്ടപ്പെടുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെയാവണം. ഈ ആയത്തിറങ്ങുന്നത് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതെ വന്ന മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് സത്യം പറഞ്ഞു. എല്ലാവരും നുണ പറഞ്ഞു. യുദ്ധത്തിന് പോകാൻ മടി കാണിച്ചവരൊക്കെ തങ്ങളോട് നുണ പറഞ്ഞു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ മടി വരുമെന്ന് വയറുവേദന എന്ന് പറയും. അല്ലെ ഉമ്മ മെസ്സേജ് അയക്കും, കുട്ടിക്ക് ഇന്ന് വയറുവേദനയാണ്. അല്ലെ വാപ്പ മെസ്സേജ് അയക്കും. സുദഖെന്ന് പറഞ്ഞാൽ അൻ തസ്ദഖ ഫീ മൗതിനിൻ ലാ യുൻജീക മിൻഹു ഇല്ലൽ കദിബ്. മഹാനായ ജുനൈദ് അൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ ഒരു താരീഫുണ്ട്. സത്യം പറഞ്ഞാലേ രക്ഷപ്പെടൂ, നുണ പറഞ്ഞാലേ രക്ഷപ്പെടൂ എന്ന് തോന്നുന്നിടത്ത് സത്യം പറയലാണ് സത്യം. അതാണ് സത്യം. നുണ പറഞ്ഞാലേ രക്ഷപ്പെടുള്ളൂ. അവിടെ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടൂല എന്ന് തോന്നുന്നിടത്ത് സത്യം തന്നെ പറയാം. അപ്പൊ അർബാബിനോട് വെറുതെ ഇവിടെ ഉമ്മാക്ക് സുഖമില്ല എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കുട്ടികളൊപ്പം ഒരാഴ്ച കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, സൗകര്യമാണെങ്കിൽ ലീവ് തന്നിക്കില്ലെങ്കിൽ ഞാൻ നിന്നോളാം, ഇത് പറഞ്ഞാൽ മതി. പക്ഷെ എന്താ പറയാ, വല്യമ്മ വെന്റിലേറ്ററിലാന്ന് പറയും. വല്യമ്മ മരിച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ടാവും ചിലപ്പോൾ. അൻ തസ്ദഖ ഫീ മൗതിനിൻ ലാ യുൻജീക ഫീഹി ഇല്ലൽ കദിബ്. നുണ പറഞ്ഞാലേ ലീവ് കിട്ടുള്ളൂ, സത്യം പറഞ്ഞാൽ കിട്ടൂല എന്നിരിക്കെ അവിടെ സത്യം തന്നെ പറയാ. അവരാണ് സത്യസന്ധന്മാർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സത്യമെന്ന് പറയുന്നത് ലാ യശുമ്മു റായിഹതസ് സുദ്ഖി മൻ ദാഹന നഫ്സഹു ഔ ഗൈറഹു. ആരോടെങ്കിലും സോപ്പിടാൻ വേണ്ടി, നമ്മളങ്ങനെയല്ല പറയാ, മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ സോപ്പിടുക. അറബിയിൽ അങ്ങനെ തന്നെ. ദുഹൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ഓയിലി സാധനമാണല്ലോ, എണ്ണ എന്ന് പറയുന്നത്. ആളുകളെ സോപ്പിടാൻ വേണ്ടി സ്വന്തം കാര്യത്തിനോ മറ്റുള്ളവരോടോ ഇങ്ങനെ വെറുതെ സോപ്പിട്ട് നടക്കുക, ഇല്ലാത്തത് പറഞ്ഞവരെ സുഖിപ്പിക്കുക. പുതിയൊരു ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. പിന്നെ നിങ്ങൾ എന്നെ ആവേണ്ടിയിരുന്നു ഈ പ്രസിഡന്റ്, എന്നോ 10 കൊല്ലം മുമ്പ് ആവേണ്ട ആളാണ് നിങ്ങൾ, ഇപ്പോഴല്ലേ ആയിട്ടുള്ളൂ എന്നാ മനുഷ്യനോട് പറയുമ്പോ ഇയാളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താ, ഇയാൾ ഇതിന് യോഗ്യനൊന്നല്ല, തന്നെ കയറ്റി വെക്കുക, ഇനിയിപ്പോ എന്തായാലും 1-2 കൊല്ലം മുമ്പ് സഹിക്കണ്ടേ, അപ്പൊ അയാളങ്ങ് സോപ്പിടുക. ഇങ്ങനെ ആളുകളോട്
യാഥാർത്ഥ്യമല്ലാത്തത് പറഞ്ഞ് സുഖിപ്പിക്കുന്ന ആളുകൾ അവർക്ക് സത്യസന്ധതയുടെ മണം പോലും കിട്ടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതേ നടക്കുള്ളൂ, അവരങ്ങനെ ജീവിച്ചു പോകും. പക്ഷെ അവർ സത്യസന്ധരല്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. പക്ഷെ തബൂക്കിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല. പക്ഷെ ആ യുദ്ധത്തിന് വേണ്ടി മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരം പുണ്യനബി തങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ജൂൺ മാസത്തിലായിരുന്നു, നല്ല ചൂടുള്ള സമയത്തായിരുന്നു. യാത്ര ചെയ്യാൻ വലിയ പ്രയാസം, കാരണം ഒരു AC ഒന്നും ഫാന് പോലും ഇല്ലല്ലോ. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം. അപ്പൊ പലരും വന്ന് പറഞ്ഞു, നബിയെ എനിക്ക് വയ്യട്ടോ, വണ്ടിയില്ല, കൂടെ വരാൻ ആരോഗ്യമില്ല. അവർക്ക് മുനാഫിക്കുകളായിരുന്നു. കഅബ് ഇബ്നു മാലിക് എന്നവരുടെ കൂടെ 2 സ്വഹാബിമാർ വേറെയും. അവരാണെങ്കിലോ പോവാലോ, തങ്ങൾ പുറപ്പെടട്ടെ, എന്നിട്ട് പുറപ്പെട്ടു. നബിനെ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, മഗ്‌രിബായില്ലേ, ഇനി ഒന്ന് ഇശാസ്കരിച്ചിട്ട് ഇറങ്ങാം. ഇശാവും കഴിഞ്ഞു, ഇനിയിപ്പോ രാത്രി ആയില്ലേ, ഇനിയിപ്പോ രാവിലെ പോകാം. രാവിലെ ആയപ്പോ പടച്ചോനെ ഇപ്പൊ പോയതിന് അവരെ കിട്ടൂലല്ലോ. അങ്ങനെ വിചാരിച്ച് പോകാൻ കഴിയാതെ പോയതാണ്. പോകണമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് നാളെ ആവാം, ഒരു പ്രൊക്കാസ്റ്റിനേഷൻ, തസ്വീഫ് എന്ന് പറയും, പിന്നെ ആവാം. ഹബീബായ നബി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വരാച്ച മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ മഅ്സിറത്ത് പറയാൻ വരണം എന്ന് ആഹ്വാനമുണ്ടായപ്പോ കഅബ് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പുണ്യനബിയോട് വന്ന് പറഞ്ഞൊരു കാര്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇത്രമേൽ സമ്പത്തുണ്ടായ പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്തുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നബിയെ. എനിക്ക് അങ്ങയുടെ കൂടെ വരാൻ വാഹനമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നബിയെ. പക്ഷേ നാളെയാവാം, പിന്നെയാവാം എന്ന് പറഞ്ഞ് പിശാച് എന്നെ കൊണ്ട് മടി കാണിപ്പിച്ച് ഞാൻ മടി പിടിച്ചു പോയതാണ്. പലരും പറഞ്ഞു, കഅബേ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ. കപടവിശ്വാസികൾ മുഴുവനും ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞു. കഅബ് റളിയല്ലാഹു തആല അൻഹു മാത്രം നബി തങ്ങളോട് സത്യം പറഞ്ഞു. കഅബ് എന്നവർ പറയാണ്, ഞാനെങ്ങാനും നുണ പറഞ്ഞാൽ ആ നുണ പോലും അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹബീബിന് വഹി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ആ ശിക്ഷ ഇന്ന് തന്നെ ആയിക്കോട്ടെ. 40 ദിവസത്തിലേറെ സ്വഹാബിമാരും പുണ്യനബി തങ്ങളും 50 ദിവസത്തോളം ബോയ്ക്കോട്ട് നടത്തി എന്ന് പറഞ്ഞാൽ അവരെ വിട്ടുനിർത്തി. ആരും മിണ്ടൂല, ആരും സംസാരിക്കൂല. സലാം പറഞ്ഞാൽ പോലും സലാം മടക്കാത്ത വിധം അവരോട് എല്ലാവരും നിസ്സഹകരണം പ്രഖ്യാപിക്കണമെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞതിൽ പിന്നെയാണ് അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നത്. യാ കഅബു അബ്ശിർ ബിഖൈരി യൗമിൻ ത്വലഅത് അലൈഹി ശംസ്. ഓടി വരുന്നു പുണ്യനബിയുടെ മുമ്പിൽ നിന്നൊരു സ്വഹാബി. കഅബേ സന്തോഷിച്ചോളൂ, അങ്ങയുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ച നാളുകളിൽ വെച്ച് ഏറ്റവും നല്ല നാളാണ് ഇന്നത്തെ നാള്. എന്താ ചോദിച്ചു. നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഭാര്യയോട് പോലും ഭാര്യ വീട്ടിൽ പോകാൻ പറഞ്ഞു. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോലും ആളില്ല. അങ്ങാടിയിൽ പോയാൽ അതുവരെ സംസാരിച്ചിരുന്നവരാരും നോക്കുന്നു പോലുമില്ല. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, സൂറത്തു തൗബയാണ്. لقد تاب الله على النبي لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة. ജയ്ഷുൽ ഉസ്റ എന്ന് പറയുന്നത് തബൂക്കിലേക്ക് പോയ സൈന്യത്തിന് പുണ്യനബി തങ്ങൾ ഇട്ട പേരാണ്. കഷ്ടപ്പാടിന്റെ സമയത്ത് പോയ സൈന്യം. അപ്പോഴാണ് നബി തങ്ങൾ ഉസ്മാൻ തങ്ങളോട്, ഉസ്മാനെ പൈസ വേണം, സംഭാവന തരണം എന്ന് പറഞ്ഞു. സംഭാവന തരണം, നിങ്ങളൊക്കെ സംഭാവന തരണം എന്ന് പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, 300 ഒട്ടകവും ആ ഒട്ടകത്തിന് ആവശ്യമായ ചെലവും അതിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ സർവ്വസാമഗ്രികളും എന്റെ വക ഞാൻ തരാം നബിയെ.
മാ ദറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു. ഇനി എൻ്റെ ഉസ്മാൻ എന്ത് ചെയ്താലും എൻ്റെ ഉസ്മാനിന് ഒരു കുഴപ്പം വരില്ല. ഇത് മതി, ഇത് മതി. അള്ളാഹു സ്വീകരിച്ചു. അത്ര പ്രയാസപ്പെട്ട സമയമായിരുന്നു അത്. അതുകൊണ്ട് ഖുർആൻ തന്നെ സാഅത്തുൽ ഉസ്റ, പ്രയാസത്തിന്റെ സമയം എന്നതിനെ പേര് വിളിച്ചു. ലഖദ് താബല്ലാഹ്, അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. അലൻ നബി വൽ മുഹാജിരീന വൽ അൻസ്വാർ, ഹബീബിന്റെ കൂടെ നാട് വിട്ട് പലായനം ചെയ്ത മുഹാജിറുകളോടും കയ്യിലൊന്നുമില്ലാതെ മദീനയിലേക്ക് കയറി വന്ന മുഹാജിറുകളെ കയ്യിലുള്ളത് പകുതി അങ്ങോട്ട് വെറുതെ കൊടുത്തിട്ട് സ്വീകരിച്ച അൻസ്വാരികളുടെയും തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ പുണ്യനബി ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അള്ളാഹു പറയുമ്പോ മുഅ്മിനീങ്ങളുടെ കൂടെ ഹബീബിന്റെ പേരും അങ്ങ് ഉൾപ്പെടുത്തി, മുഅ്മിനീങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ. ഇവരുടെയൊക്കെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു. ആരാണിവർ? അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, ഏറ്റവും പ്രയാസമുള്ള ഒരു സമയത്ത് ഹബീബിന്റെ കൂടെ നിന്ന ആളുകളാണിവർ. ഏറ്റവും പ്രയാസമുള്ള ഒരു നേരത്ത് കൂടെ നിൽക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം. അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരായിരിക്കും പ്രയാസത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ. നമുക്ക് സുഖവും സൗകര്യവും നല്ല ഒരു കാലമൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും, അല്ലേ? നമ്മൾ വലിയൊരു കടത്തിലാണെന്ന് അറിഞ്ഞു നോക്കട്ടെ, എന്നിട്ട് ആരെങ്കിലും കടം തരുമോ നോക്കി നിങ്ങള്? കൊടുക്കണ്ട കേട്ടോ, തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് ആരെങ്കിലും കുശുകുഷെങ്കിലും പറഞ്ഞു കൊടുക്കും. കൈവിടും ഒക്കെ പോട്ടെ. കൊറോണയിൽ നമ്മൾ അറിഞ്ഞില്ല ആരാ നല്ലത് ആരാ ചീത്താന്ന്. ഏത് ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത്? ആരോടാ പ്രതിബദ്ധതയുള്ളത്? പൈസയും എൻ്റെ തടിയും നഫ്സി നഫ്സി എന്ന് നോക്കിയിട്ട് ഭർത്താവിന് കോണി വെച്ചു കൊടുത്ത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ പാത്രത്തിൽ ഇങ്ങനെ കൊടുത്ത കാലഘട്ടങ്ങളും മറന്നോ? ഒരാൾ അടുക്കണ്ടോ, അത് കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് വന്ന സഹോദര റോട്ടിൽ ഇറങ്ങി നടന്നാൽ നമ്മളൊക്കെ മറന്നോ? എന്തൊക്കെ തമാശകൾ കഴിഞ്ഞു, എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ നടന്നു. അന്ന് നമ്മൾ അറിഞ്ഞു ആരാ പ്രയാസത്തിൽ കൂടെ നിൽക്കുന്നത്. എന്നാലും ചില പെണ്ണുങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ എന്ത് കൊറോണ ഞാൻ അപ്പുറന്ന് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിയമപാലകർ പോലും അറിയാതെ ചിലപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ കണ്ടെത്തിയ എത്രയോ കുടുംബിനികളുണ്ട്. അത് നിയമപാലകർക്കും അറിയാം. അതൊക്കെ മനുഷ്യത്വമാണ്. നേരെമറിച്ച് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയവരുണ്ട്. പേടികൊണ്ടായിരിക്കും, ശരിയാണ്. എന്നാലും വേണ്ടപ്പെട്ടവരിങ്ങനെ പേടിക്കാൻ പറ്റുമോ? സ്വന്തക്കാരിങ്ങനെ പേടിക്കാൻ പറ്റുമോ? സാഅത്തുൽ ഉസ്റ, ഏറ്റവും പ്രയാസമുള്ള ഒരു നേരത്ത് എൻ്റെ ഹബീബിന്റെ കൂടെ നിന്ന ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, ഇവരിൽപ്പെട്ട ചില ആളുകളുടെ ഹൃദയം വഴിതെറ്റാൻ പോവുകയായിരുന്നു. ഞങ്ങൾ നബി തങ്ങളോട് നുണ പറയും, നുണ പറഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ എന്ന് തോന്നിയിട്ടും നുണ പറയാതെ നിന്ന ഒരു വിഭാഗം. ثم تاب عليهم, എന്നിട്ടും അല്ലാഹു അവരോട് തൗബ ചെയ്തു, തൗബ സ്വീകരിച്ചു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്, അല്ലാഹു വാത്സല്യമുള്ളവനാണ്. ഇനി മൂന്ന് വിഭാഗം, മൂന്ന് ആളുകളെയാണ് ഖുർആൻ പറയുന്നത്. വഅല الثلاثة ഖുല്ലിഫൂ, മദീനയിൽ തന്നെ തങ്ങിപ്പോയ, തബൂക്കിലേക്ക് വരാൻ കഴിയാതെ നിന്ന മൂന്നാളുകളെയും അല്ലാഹുവിന്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ഹത്താ ഇദാ ضاقت عليهم الأرض بما رحبت, ഭൂമി എത്ര വിശാലമായിരുന്നിട്ടും, വിശാലമാണ് അല്ലാഹുവിന്റെ ഭൂമി എന്നിരിക്കെ അത് ഏറ്റവും ചുരുങ്ങിയതാണ് എന്ന് അവർക്ക് തോന്നിയ ഒരു നേരമുണ്ട്. ഈ ഭൂമി എത്ര ചെറുതാണ്.
അവർക്ക് അവര് തന്നെ ഭാരമായ ഒരു നേരം. ആരും മിണ്ടുന്നില്ല. മദീനയിൽ ആരും സലാം പോലും പറയുന്നില്ല. പറയുന്ന സലാം മടക്കുന്നില്ല. പുണ്യനബി തങ്ങളോട് പോലും കഅബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞപ്പോൾ ഹബീബ് മുഖം തിരിച്ചു. എന്തിന്? ദീനിന് ഒരു പ്രയാസം വന്നപ്പോ എന്തേ നിങ്ങൾ കൂടെ നിൽക്കാതിരുന്നത്? അതാണ് ഹബീബിന്റെ വേദന. കല്യാണത്തിന് വരാത്തത് കൊണ്ടല്ല, സൽക്കാരത്തിന് വിളിച്ചിട്ട് വരാത്തതല്ല ഇവിടെ വിഷയം. നമ്മുടെ ദീനിനൊരു പ്രയാസം വന്നപ്പോ എന്തേ നിങ്ങൾ കൂടെ നിൽക്കാതിരുന്നത്? അല്ലാഹുവിലേക്കല്ലാതെ ഇനി എവിടെയും ഓടി രക്ഷപ്പെടാൻ ഇടമില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഒരു നേരം. എന്നിട്ട് അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവരുടെ കണ്ണുനീർ അല്ലാഹു സ്വീകരിച്ചു. ലിയതൂബൂ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങി വരാൻ. ഇന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു ധാരാളം കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹു ധാരാളം പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവനാണ്. തെറ്റ് ചെയ്തു, റമളാനിൽ പോലും തെറ്റ് ചെയ്തു, അല്ലാഹു തൗബ സ്വീകരിക്കും. വീണ്ടും തെറ്റ് ചെയ്തു, തൗബ ചെയ്യും, അല്ലാഹു സ്വീകരിക്കും. പക്ഷേ തൗബ ചെയ്യുന്നിടത്ത് ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് പോകില്ലെന്ന് റബ്ബിനോട് ശപഥം ചെയ്യുമ്പോഴേ തൗബയാവുള്ളൂ. എന്നിട്ടും തെറ്റ് സംഭവിച്ചു പോയാലും അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്. നമ്മുടെ ഒരു ബക്കറ്റ് കളക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി വേറൊന്നും വരാനില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കരുതിയിട്ടുണ്ടാവും അതിന് വരുമ്പോൾ പെണ്ണുങ്ങളൊക്കെ എന്തായാലും അക്കോട് ഉസ്താദിന്റെ പരിപാടിയില്ലേ, അപ്പൊ എന്തായാലും ഉസ്താദ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ സഹായിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കരുതി കാണും എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് കാണും. ഇൻഷാ അല്ലാഹ് അതിലേറ്റവും നല്ലത് മനസ്സിലൊരു 100 കൊടുക്കുക 200 കൊടുക്കാൻ വലിയ പ്രയാസത്തിലാണ്. എന്നാലൊരു 500 1000 കിടക്കട്ടെ, റമളാന്റെ പകലല്ലേ, ഇൽമിന്റെ മജ്ലിസല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല ഒരു സ്വതക്കങ്ങൾ കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് കീറിയതും പറഞ്ഞൊന്നും കൊടുക്കല്ലേ. ഏറ്റവും നല്ലത് അല്ലാഹു നല്ലതാണ് സ്വീകരിക്കുക. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വിൽ നോട്ട് accept that is pure. അപ്പോ നല്ല ശുദ്ധമായതാണ് അല്ലാഹു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയും ഈ മനോഹരമായ മട്ടന്നൂർ പള്ളി വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ മട്ടന്നൂർ വന്നിട്ടുണ്ട്. ആക്കോട് ഉസ്താദിന്റെ അടുത്ത് തന്നെ ഇവിടെ വന്ന് അതിന് ശേഷമൊക്കെയാണ് ഈ പള്ളിയൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് എടുത്തത്. ഞാൻ പറയുന്നത് ആക്കോട് ഉസ്താദിന്റെ ജീവിതത്തിലെ വലിയൊരു ത്യാഗമാണ്. നിങ്ങളുടെ എൻ്റെ സുഹൃത്ത് ഉസ്താദിന്റെ ഫോണില്ലേ, ആക്കോട് ഉസ്താദിനോട് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ പോകട്ടോ. ഞാൻ കഥ പറയണില്ല. ഈ കഥ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ആധാരം. ഈ 3 ആളുകളുടെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ. അല്ലാഹു ചില ആയത്തിൽ അങ്ങനെ വിളിക്കും, ചിലത് വിളിക്കും യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഓ മാൻകൈൻഡ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ യു ഹു ബിലീവ്, വിശ്വസിച്ചവരെ, അല്ലാഹുവിൽ ഈമാനുള്ളവരെ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയും, ഇദാ സമിഅ്തുമുല്ലാഹ യഖൂലു യാ അയ്യുഹല്ലദീന ആമനു ഫർഉ ആദാനകും, നിങ്ങളുടെ ചെവി മുഴുവൻ അല്ലാഹു കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനു എന്നൊരു ആയത്ത് അങ്ങ് തുടങ്ങിയാൽ മുഴുവൻ ശ്രദ്ധിക്കണം. കാരണം ഫഇന്നഹു ഇമ്മാ യഅ്മുറുകും ബിഖൈരിൻ ഔ യൻഹാകും അൻ ശർരിൻ, ഒന്നുകിൽ നിങ്ങൾക്കൊരു നന്മ അല്ലാഹു പറഞ്ഞു തരാൻ പോവാൻ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് എന്ന് അല്ലാഹു പറയാൻ പോവാൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. യാ അയ്യുഹല്ലദീന ആമനു,
എല്ലാവരും ചെവിയൊക്കെ തുറന്ന് ശരിക്കും കേൾക്കല്ലേ? അള്ളാഹു നമ്മളോട് മാത്രം ഒരു വിഷയം പറയാം, ജനങ്ങളോട് മൊത്തം പറയേണ്ട വിഷയം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ അല്ലാഹു പറയുന്നു. ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഞാൻ ആദം അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വ ബീവിയിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ പടച്ചത്. മനുഷ്യരൊക്കെ ഒന്നാണ്. നിങ്ങളൊക്കെ ഏത് ജാതി വിഭാഗങ്ങളായി മാറിയാലും നിങ്ങളുടെ അടിസ്ഥാനം ചെന്നെത്തുന്നത് ഒരു ഉമ്മയിലേക്കാണ്, ഒരു വാപ്പയിലേക്കാണ്. അതുകൊണ്ട് മനുഷ്യകുലം മുഴുവനും ഒരു ഉപ്പയുടെ മക്കളാണ് നമ്മൾ, ഒരു മനുഷ്യ കുടുംബമാണ് എന്ന് പറയുന്നിടത്ത് അല്ലാഹു ഉപയോഗിച്ചത് ജനങ്ങളെ എന്ന പ്രയോഗമാണ്. പക്ഷെ ഇവിടെ നമ്മളെ പ്രത്യേകം വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കും സൂക്ഷിക്കണേ. സത്യം പറയുന്നവരോടുകൂടെ നിങ്ങൾ നിലനിൽക്കണേ. അല്ലാഹു നമ്മളോട് യഅ്മുറുനാ ബിഅംരിൻ, ഒരു കൽപ്പന അല്ലാഹു നൽകുകയാണ്. നിങ്ങൾ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കണം. സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത് സത്യം പറയുന്നവരുടെ കൂടെ, സ്വാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരിക്കെ കളവ് പറയാതെ സത്യം പറഞ്ഞ് അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം തൗബ അല്ലാഹു സ്വീകരിച്ചുവെന്ന് ആയത്തിറക്കിയ കഥ പറയുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും 2 കൂട്ടുകാരുടെയും 3 പേരുടെ വഅല സലാസത്തില്ലദീന ഖുല്ലിഫു, സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടവരുടെ കഥ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, നിങ്ങൾ മുനാഫിക്കുകളുടെ കൂടെയാവരുത്, നിങ്ങൾ സത്യസന്ധരുടെ കൂടെയാവണം. ഏതാ വണ്ടി? മാരുതിയാണോ ജീപ്പാണോ എന്താണ് കാറാണോ എന്ന് പറയാം. നമ്പർ അറിയാത്ത മുതലാളിമാരുണ്ടാവും. KL 58 X 52 57 ആ ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്, വണ്ടി മാറ്റി കൊടുക്കണം. KL 58 ഡിസയർ വണ്ടിയാണ്, ഒന്ന് മാറ്റി കൊടുക്കണേ. KL 58 52 87. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഫലസ്തീനിൽ വന്നപ്പോ ഹിറഖിൽ രാജാവായിരുന്ന അവിടുത്തെ ഭരണാധികാരി, അല്ലാഹു നമ്മുടെ ഫലസ്തീനിന്റെ മണ്ണിൽ അല്ലാഹുവേ പടച്ചവനെ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ആ രാജ്യത്തെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന പുണ്യപ്രദേശങ്ങളെ റബ്ബേ നീ കാത്തുകൊള്ളണേ പടച്ചവനെ. അല്ലാഹുമ്മ റുദ്ദ കൈദഹും അല്ലാഹുമ്മ ംകുർ ബിഹിം യാ റബ്ബൽ ആലമീൻ. ആ ശത്രുക്കളുടെ എല്ലാ കൈദുകളും അവരുടെ ചതികളെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. റമദാൻ മാസം നോമ്പെടുത്ത് താഴം കഴിക്കാൻ പോലും എഴുന്നേൽക്കാൻ പറ്റാതെ ബോംബ് വർഷങ്ങളിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം, അല്ലാഹുവേ നീ അവർക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ നിന്റെ എല്ലാ റഹ്മത്തും ഇറക്കി കൊടുക്കണേ, എല്ലാ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഹബീബായ നബി തങ്ങളുടെ അനുയായികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ സ്വഹാബികളായി പിന്നീട് മാറിയ ആളുകൾ. അന്ന് അവർ സ്വഹാബികളല്ല, കച്ചവടത്തിന് വേണ്ടി പോയതായിരുന്നു ഫലസ്തീനിലേക്ക്. അവിടുത്തെ രാജാവ് ഹിറാക്ലിയസ്, അദ്ദേഹം അറബികളുടെ അന്നത്തെ നേതാവിനെ വിളിപ്പിച്ചു, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനോട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ വന്ന ഒരു പുതിയ പ്രവാചകനെ നിങ്ങൾ അറിയുമോ? അറിയും. അയാളുടെ കുട്ടിക്കാലം നിങ്ങൾക്കറിയുമോ? അറിയും. തറവാട് അറിയുമോ? ഇന്നതാണ് തറവാട്. മാദായ ഉമുറുക്കും, നിങ്ങളോട് എന്തു ചെയ്യണമെന്നാണ് ആ പ്രവാചകൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിരുന്നില്ല. രാജാവ് പറഞ്ഞു അനുയായികളോട്, നിങ്ങൾ നേതാവിന്റെ ബാക്കിൽ നിൽക്കണം, നേതാവ് മുമ്പിൽ നിൽക്കണം. അദ്ദേഹം എങ്ങാനും നുണ പറഞ്ഞാലൊന്ന് കൈപൊക്കിയാൽ മതി എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ പറയും, എനിക്ക് നുണ പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു നേതാവ്, ഏതെങ്കിലും ഒരു അനുയായി കൈപൊക്കിയാൽ എന്റെ മാനം പോയില്ലേ, അതുകൊണ്ട് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. അബൂ സുഫിയാൻ എന്നവരെ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഫസഅംതു, ഞാൻ പറഞ്ഞു, അന്നഹു അമറകും ബിസ്സലാഹ്,
നിസ്കരിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. വസ്സുദ്ഖി, സത്യം പറയണം എന്ന് ഞങ്ങളോട് പറയുന്ന നബിയാണിത്. സത്യമേ പറയാവൂ. അതൊരു മുസ്ലിമിന്റെ ക്വാളിഫിക്കേഷനായി മാറും. വൽ അഫാഫ്, വിവാഹത്തിന് മുമ്പുള്ള ഒരു തരത്തിലുമുള്ള ലൈംഗികമായ ജീവിതം പാടില്ല എന്ന് പറയുന്നതാണ് ഇസ്ലാം. അത് നിങ്ങൾ ക്രഷ് എന്നോ ബോയ് ഫ്രണ്ട് എന്ത് വിളിച്ചിട്ടും കാര്യമില്ല മക്കളെ. നിക്കാഹ് നടക്കാതെ ഒരു സംഗതിയും ഹലാലാവില്ല. വൽ അഫാഫ് വൽ വഫാഇ ബിൽ അഹ്ദി, കരാറുകൾ ചെയ്തു വീട്ടണമെന്നും വാദാഇൽ അമാന, നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹിറഖൽ രാജാവ് പറഞ്ഞു, വഹാദിഹി സിഫത്തുൻ നബി, ഒരു പ്രവാചകന്റെ അടയാളം ഇങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയാണല്ലോ നബിമാര് പറയുന്നത്, സത്യം പറയാനാണല്ലോ അവര് പറയുന്നത്. അർബഉൻ, പുണ്യനബി തങ്ങൾ പറഞ്ഞു 4 വിഷയങ്ങളുണ്ട്. ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, 4 വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശില്ല എന്ന വേദന നിങ്ങൾക്ക് വേണ്ട, സമ്പത്തില്ലല്ലോ എന്ന വേദന വേണ്ട. എൻ്റെ കച്ചവടം നഷ്ടത്തിലായി പോയല്ലോ, എൻ്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ, എത്രയോ കൊല്ലങ്ങളായി ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ കഷ്ടപ്പാടിൻ്റെ 1000-1 പോലും ചെയ്യാത്തവന് അല്ല വാരിക്കോരി കൊടുത്തില്ലേ, എനിക്കല്ല തന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ പരിതപിക്കല്ലേ. നിങ്ങൾക്ക് 4 ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുതലാളിയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ സദസ്സിൽ എത്ര മുതലാളിമാരുണ്ടെന്ന് മനസ്സിലാക്കാൻ പോവാണേ. കാശില്ലെങ്കിലും നിങ്ങൾക്ക് മുതലാളിയാണ്, ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല ഈ ലോകത്ത്. 4 കാര്യങ്ങളുണ്ടെങ്കിൽ സിദ്ഖുൽ ഹദീസ്, ഒന്ന് സത്യം പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദുനിയാവിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല. ഒരുപക്ഷെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആഭരണങ്ങളില്ലാതിരിക്കാം, സ്വർണമാലകൾ ഡയമണ്ടിൻ്റെത് കൂട്ടുകാരികൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ പടച്ചോനെ എനിക്കതൊന്നും ഇല്ലല്ലോ, എൻ്റെ കയ്യിലൊരു മുക്കുപണ്ടമല്ലേ ഉള്ളൂ, എനിക്കൊരു റോഡ് ഗോൾഡല്ലേ ഉള്ളൂ, എനിക്കങ്ങനെ സ്വർണ്ണമൊന്നും ഇല്ലല്ലോ, എൻ്റെ ഭർത്താവിന് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അവൾക്കത് ഓരോ വരവിലും വരുമ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നാട്ടിലുള്ളവർക്കും ആർക്കാണെങ്കിലും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്കൊരു സംഗതി ഉണ്ടെങ്കിൽ ആ സംഗതി കാണിച്ചു കൊടുക്കൽ അവരുടെ ഒരു താല്പര്യമായിരിക്കും അല്ലേ. അപ്പൊ അത് കാണുമ്പോ വേദന വരും. സന്തോഷിക്കുക വേണ്ടത്. പക്ഷെ നമ്മളെ മലയാളികളല്ലേ, നമ്മൾ കറണ്ട് പോയ അടുത്ത വീട്ടുകല്ലേ നോക്കുക, അവിടെ പോയിക്കണമെന്നല്ലേ നോക്കുക അല്ലെ രാത്രി. അതൊരു സമാധാനമാണ്, അവിടെ പോയിക്കണല്ലോ, അൽഹംദുലില്ലാ എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നവരാണ്. നമ്മളെ കാണുന്നതിലേറെ മറ്റുള്ളവന്റെ കാര്യങ്ങളാണ് നോക്കാറുള്ളത്. അത് വേറെ വിഷയമാണ്. അതൊക്കെ അൽഹംദുലില്ലാ മാറി വരുന്നുണ്ട് അല്ലേ. കുറെ കൂടെയൊക്കെ ആ ഒരു സിസ്റ്റമൊക്കെ മാറി വന്ന് കുറേയേറെ മനുഷ്യന്റെ പ്രൈവസികൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാനങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ എടുക്കട്ടെ, റമളാനായതുകൊണ്ട് ആ കഥ ഒന്നും പറയണ്ട, നമുക്കുള്ളത് പറയാം. അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, 4 വിഷയങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ഖുൽ ഹദീസ്, സത്യം പറയുക എന്ന ഒരു നന്മ. വഹിഫ്ദുൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ചത് കൃത്യമായി സൂക്ഷിക്കുക എന്ന ഒരു ഗുണം. വഹ്സുനുൽ ഖുലുഖി, സൽസ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ. വഇഫ്ഫതു മത്അമിൻ, ഹലാല് മാത്രമേ നിങ്ങൾ തിന്നു എന്നുണ്ടെങ്കിൽ, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടത് ഇതാണ്. നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളാണ്. സിദ്ഖുൽ ഹദീസ്, എന്ത് സംഭവിച്ചാലും നിങ്ങൾ സത്യമേ പറയൂ എന്നുണ്ടെങ്കിൽ. ഹിഫ്ദുൽ അമാന, സത്യസന്ധത. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും പറയരുത് എന്ന് പറയുന്ന വിഷയം പറയാൻ പാടില്ല, അത് ആരോടും പറയരുത്.
അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ആരോടും പറയരുത് എന്ന് പറഞ്ഞ വിഷയമുണ്ട്. ഈ എൻ്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് എന്നോട് ഞാൻ പറയാം. അങ്ങനെയും പറയാൻ പാടില്ല. ഒരു ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനോട് പറഞ്ഞത്രേ, കല്യാണം കഴിച്ചു മുപ്പര് തമാശാക്കിയതാണ്, പെണ്ണിനോട് പറഞ്ഞത്രേ, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ ആരോടും പറയരുത്. എന്താന്ന് ചോദിച്ചു. ഞാൻ രാത്രി ഒരു കോഴിമുട്ട ഇടും. മനുഷ്യൻ കോഴിമുട്ട ഇടേ. അപ്പൊ ഈ ആരോടും പറയുന്നത് ആർക്കും അറിയില്ല. എന്നിട്ട് മൂപ്പര് മറുപടി പോയിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ എടുത്തു വെച്ചു. രണ്ടാമത്തെ ദിവസവും എടുത്തു വെച്ചു. ഓരോ ദിവസവും ഓരോ കോഴിമുട്ട മൂപ്പരോടൊന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരും. ഇവിടെ പറ്റിക്കുകയാണ് സംഭവം, നീ ആരോടും പറയരുത് കേട്ടോ. പറയില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് മുമ്പ് യാത്ര പോയി 4 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ 4 കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പോയ സമയത്തുള്ളത് ആരോടും മുണ്ടണ്ട, അവിടെ എടുത്ത് വെച്ചേക്കുന്ന. അങ്ങനെ മൂപ്പര് ഗൾഫിക്ക് പോയി. തിരിച്ചു വന്നപ്പോ അങ്ങാടിയിലൂടെ അങ്ങനെ വരുമ്പോ ഒരാള് ഇപ്പുറത്തുനിന്ന്, എടാ ആംപ്ലേറ്റ് കിട്ടാൻ വല്ല ഒപ്പുണ്ടോ, നാടൻ കോഴിമുട്ട കിട്ടണ സ്ഥലമുണ്ടോ? നാട്ടുകാര് മുഴുവൻ ഇങ്ങനെ കോഴിമുട്ടന്റെ കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് തിരിഞ്ഞു, ഇതിന്റെ കഥ ലീക്കായിട്ടുണ്ട്, ഇത് ആരോടും പറയരുത് പറഞ്ഞു പോയ. എടി നീ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ എൻ്റെ സ്വന്തം ഉമ്മേനോട് പറയണ്ടേ, ഉമ്മേനോട് ഞാൻ പറഞ്ഞിരുന്നു. ഉമ്മ ആരോടെങ്കിലും പറഞ്ഞോ? ഉമ്മാന്റെ അനിയത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, കാരണം ഒരു അത്ര ചങ്ങായിമാരാണ്. അനിയത്തിനെ കെട്ടിച്ച മോളോട് മതി എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങാതിന്റെ നാട്ടുകാര് കോഴിബീരാന്ന് പേരിട്ടുന്ന, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു പോയ സംഗതി നാട്ടുകാര് മുഴുവൻ പറഞ്ഞു. ഹിഫ്ദുൽ അമാന, ഇതൊരു അമാനത്തിന്റെ വിഷയമാണ്. അമാനത്ത് സൂക്ഷിക്കാൻ പറ്റാന്ന് പറയരുത് എന്ന് പറഞ്ഞത് പറയാൻ പാടില്ല. അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. എത്ര ചങ്ക് ഫ്രണ്ടാണെങ്കിലും ഇത് രഹസ്യമാണ്, എന്നോട് ചോദിക്കരുത്, ഇത് പറയാൻ കഴിയണം. അതാണ് വിശ്വാസി. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ദുനിയാവിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാണ് കിട്ടേണ്ടത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിഫ്ദുൽ അമാന വഹുസ്നുൽ ഖുലുഖി വഇഫ്ഫതു മത്അമിൻ. ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ പുണ്യന് അത് വേറൊരു വിഷയം തന്നെ പഠിക്കേണ്ട കാര്യമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അൻ തസ്വില മൻ ഖതഅക്, മിണ്ടാത്തവരോട് മിണ്ട. വതുഅതി മൻ ഹറമക്, നിങ്ങൾക്ക് തരാത്തവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. വതഅഫു അമ്മൻ വലമക്, നിങ്ങളോട് ദുൽമ ചെയ്ത ആളുകൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ആ കുടുംബസ്ഥാനെ ഓർമ്മ വരിക. ഞാൻ അറിഞ്ഞൊരു കഥ. ഉസ്താദ് ഉണ്ടാവുമ്പോൾ പള്ളി നിസ്കരിക്കാതെ എണീറ്റ് പോകുന്നു. ഉസ്താദ് ഖുത്ബക്ക് വന്നാൽ അൽക്കേഫ് കൂട്ടിച്ച് പോയിരുന്നൊരു മഹാൻ മരിച്ചപ്പോൾ ഇമാമത്ത് നിന്നത് ഉസ്താദായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് എന്നോട് കാര്യം പറഞ്ഞു. നിങ്ങൾ മട്ടന്നൂർക്കാരല്ല, ഞാൻ അതുകൊണ്ട് പറയാം. ഉസ്താദ് പറഞ്ഞു, ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഓടി നടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാൻ മോഷ്ടിച്ചു എന്നുള്ള ഒരു അപവാദം വരെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥ വരെ വന്നിട്ടും ആ നാട്ടുകാരിൽ എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അവിടെ നിലനിന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോ പണിവിട്ട് പോരേണ്ടതാണ്. പക്ഷേ നല്ല സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുള്ള ആളുകൾ മട്ടന്നൂരിലുണ്ട്. ആ സ്നേഹം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് വിടാൻ പറ്റിയില്ല. ആരോപണം കേൾക്കേണ്ടി വന്നു. അത് പറഞ്ഞ് വേദനിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളാരും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു വലിയ വേദനയാണ്. ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി എവിടെന്നോ വന്നിട്ട് സാദ് ഇവിടെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടതിന് ശേഷം അങ്ങനെ ഒരു വേദനയുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ കൂടെ ചിരിച്ചും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇപ്പോഴും ആ ആർജവത്തോടുകൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ നന്മയാണ്. ഹുസ്നുൽ ഖുലുഖ്, അതൊരു യഥാർത്ഥ മുഅ്മിന്റെ അടയാളമാണ്. സിദ്ഖുൽ ഹദീസ്, ഹിഫ്ദുൽ അമാന, വഹുസ്നുൽ ഖുലുഖ്, വതീബുൽ മത്അം, ഇഫ്ഫത്തു മത്അമിൻ എന്ന് പറഞ്ഞ ഈ 4 ഗുണങ്ങളും നമ്മുടെ പ്രിയങ്കരായ ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരിലും ഒരുപാട് സമർപ്പിക്കുന്നുണ്ട്. ആരും മോശമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കറിയുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് പറയാൻ പറ്റും. മൂപ്പരോട് ഇരുത്തിയിട്ട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് മിണ്ടാണ്ടിരുന്നത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ ഇടയിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഒക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ആളുകൾക്ക് ചിലത് അറിയാത്തത് കൊണ്ടാണ്, ചില ആളുകൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകും. പ്രശ്നം നാല് വിഷയങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ലേ. സിദ്ഖുൽ ഹദീസ്, ഒന്ന് സത്യം പറയുന്ന ശീലം. വഹിഫ്ദുൽ അമാന, അമാനത്ത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നത്. വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം. വഇഫ്ഫതു മത്അമിൻ, ഹലാൽ മാത്രം ഭക്ഷിക്കുക എന്ന നിങ്ങളുടെ തീരുമാനം. ഹറാമിന്റെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പലിശ ഇടപാടുകാരൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഉദാഹരണം, ആൾക്ക് പലിശന്റെ ഏർപ്പാടാ നമുക്കറിയാം. ആ മനുഷ്യന്റെ ക്ഷണം സ്വീകരിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അപ്പോ എന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാതെ പോരേണ്ടി വരും. എന്തേ? ഇഫ്ഫത്തു മത്അമിൻ, നമ്മുടെ അകത്തേക്ക് പോകുന്നത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. ഇതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അല്ലാഹു നമുക്ക് ഈ ഗുണങ്ങളൊക്കെ നൽകട്ടെ. ഹബീബായ നബി തങ്ങളോട് സ്വഹാബികളിൽ ഒരു സ്വഹാബി വന്ന് വിചിത്രമായൊരു ചോദ്യം ചോദിച്ചു. മൻ ഹുവ ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് നബിയെ? ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? ഏറ്റവും നല്ല ആളുകളെയാണ് നമ്മൾ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. എത്രയും നല്ല ആളുകളാണ് നമ്മുടെ മഹല്ലിന്, നമ്മുടെ നാടിന്, നമ്മുടെ രാഷ്ട്രീയ സേവന രംഗങ്ങളിൽ, പൊതുരംഗങ്ങളിൽ ഒക്കെ നേതൃത്വം നൽകേണ്ടത് നമ്മളിൽ നല്ലവരാകണം, അല്ലേ? ആരാണ് നല്ലവർ എന്ന ചോദ്യത്തിന് ഹബീബിന്റെ ഉത്തരം. ഈ ചോദ്യങ്ങൾ വിചിത്രമാണ്. ഹബീബിനോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ തന്നെ മനോഹരമാണ്. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടാവുക? മൻ ഹുവ ഖൈറുൻ നാസ്, ഹബീബിന്റെ മുമ്പിൽ എല്ലാ സ്വഹാബികളും ഖൈറായവരാണ്. അവിടെ ഇവരിൽ ഏറ്റവും ഖൈറാരായിരിക്കും നബിയെ എന്നറിയാനായിരിക്കും അവരാ ചോദിക്കുന്നത്. മൻ ഹുവ ഖൈറുൻ നാസ് ഖാല, ഹബീബിന്റെ മറുപടി വന്നു, ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ ദുൽ ഖൽബിൽ മഖ്മൂമി വൽ ലിസാനിസ് സ്വാദിഖ്, സത്യം മാത്രം പറഞ്ഞ് ശീലമുള്ളവരും ഹൃദയം മഖ്മൂമായവരും. ഹൃദയം മഖ്മൂമോ? വമൽ ഖൽബുൽ മഖ്മൂമു യാ റസൂലല്ലാഹ്, നബിയെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് മഖ്മൂം എന്ന അറബിയിൽ പറഞ്ഞ ആ വചനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചപ്പോൾ ആ ഹൃദയത്തിന്റെ ഗുണം എന്താണ് നബിയെ? എന്തിന്, ഏത് ഹൃദയത്തെക്കുറിച്ചാണ് അൽ ഖൽബുൽ മഖ്മൂം എന്ന് പറയുന്നത്? هو التقي النقي الذي لا إثم فيه ولا بغي ولا حسد. هو التقي النقي, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ശുദ്ധമായ ഹൃദയമുള്ള മനുഷ്യനാണ്. الذي لا إثم فيه, ആ മനസ്സിൽ കറയില്ല. ولا بغي, ആരോടും വിദ്വേഷമില്ല. വലാ ഹസദ, ആരോടും അസൂയയുമില്ല. അസൂയയില്ലാത്ത, പകയില്ലാത്ത, പാപക്കറകളില്ലാത്ത, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയം തെളിച്ചമുള്ള കൽബുള്ള മനുഷ്യരക്കാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവർ. അവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ചില ടാർഗറ്റുകളാണ്. നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമോ ഈ റമദാനിലൂടെ? നമ്മുടെ ഇന്നത്തെ വഅദിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ചെയ്യാൻ കഴിയുമോ? ഞാൻ ഇനി സത്യമേ പറയൂ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആരോടും ഒരു അസൂയയും ഒരു വെറുപ്പും ഒരു പകയും എൻ്റെ കൽബിൽ കൊണ്ട് നടക്കൂല എന്ന് ശപഥം ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിലാണ് നമ്മൾ ജനങ്ങളിൽ നല്ലവരായി മാറുന്നുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹവാസിൻ ഗോത്രക്കാർ ഹബീബിന്റെ മുമ്പിൽ വന്നു. ഒരു യുദ്ധം കഴിഞ്ഞപ്പോ ഹവാസിനിലെ ഒരുപാട് ആളുകൾ അടിമകളായി, ക്യാപ്റ്റീവുകളായി, യുദ്ധത്തടവുകാരായി, വാർ പ്രിസണേഴ്സായിട്ട് ഹബീബിന്റെ സ്വഹാബിമാർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ അവർ വന്നപ്പോൾ പുണ്യനബി അവരോട് പറഞ്ഞു, മഅയമൻ തറഊൻ, എന്റെ കൂടെയുള്ള എന്റെ സ്വഹാബിമാരാണിവർ.
പുണ്യ നബി തങ്ങളോട് അവർ വന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ അടിമകളായി പിടിക്കപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരും ബന്ധുക്കളുമായവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. യുദ്ധം അവസാനിക്കുമ്പോൾ അന്ന് യുദ്ധത്തിന്റെ ഒരു നോം ആൻഡ് കസ്റ്റം എന്ന് പറയുന്നത്, ആരാണോ തോറ്റോടുന്നത് ആ തോറ്റോടുന്നവർ ഇട്ടേച്ചു പോകുന്നത് വോ ബൂറ്റിയാണ്, യുദ്ധം മുതലാണ്. അത് വിജയിക്കുന്നവർക്ക് എടുക്കാനുള്ളതാണ്. യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും യുദ്ധക്കളം വിട്ടുപോകാതിരിക്കുന്ന ആളുകളെ പിടിച്ചുവെക്കും. അവർ യുദ്ധ തടവുകാരായിരിക്കും. ജയിച്ചവർ പറയുന്ന റാൻസം കൊടുത്താലേ അവരെ തിരിച്ചു കൊടുക്കുള്ളൂ. അത് അന്നും പണ്ട് മുതലേ ഉള്ള ഒരു നയമാണ്, രീതിയാണ്. അത് സ്വഹാബത്തിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സ്വഹാബികൾ അവരും പിടിച്ചു വെക്കാറുണ്ട്. ഹവാസിന് ഗോത്രക്കാര് വന്നപ്പോൾ പുണ്യ നബി തങ്ങളോട് അവരുടെ അടിമകളെ വിട്ടുതരണമെന്ന് പറയാൻ വന്നപ്പോ, ഈ സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളെ കാണുന്ന എന്റെ സ്വഹാബികളാണ്. എന്നോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് സത്യസന്ധമായി ഉള്ളതുപോലെ പറയണം. എനിക്കതേ വേണ്ടു. നിങ്ങളുടെ വകയായിട്ടൊന്നും പറയണ്ട. ഫാബ്രിക്കേറ്റ് ചെയ്യരുത്, ഫോർജ് ചെയ്യരുത്, മാനിപ്പുലേറ്റ് ചെയ്യരുത്, കറപ്റ്റ് ചെയ്യരുത്, ആശയങ്ങളെ വളച്ചൊടിക്കരുത്. ഉള്ളതുപോലെ പറയാം. ഈ ചില യൂട്യൂബ് നടത്തുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ചില ക്യാപ്ഷൻ കൊടുക്കും, ഇതങ്ങോട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് മട്ടന്നൂർ ഇത്ര സൗകര്യം കിട്ടും, ആഹ്റത്ത് പോയാൽ ഇന്നത് കിട്ടും, നാട്ടിൽ ചെന്നാൽ ഇന്നത് കിട്ടും, ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ കാര്യവും രക്ഷപ്പെടും. അത് തുറന്നു നോക്കിയാൽ ആ സംഗതിയിൽ പറയുന്നുണ്ടാവില്ല. അപ്പൊ അടച്ചോനെ പറ്റിക്കലായാലും ഒരു 30 മിനിറ്റ് കേട്ടു നോക്കുമ്പോൾ 1 മണി ആ പറഞ്ഞ വിഷയം ഈ എഴുതിയ പോയിന്റ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണെന്നറിയോ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ആളുകൾ നോക്കിയിട്ട് ആളുകളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഇയാൾക്ക് പൈസ കിട്ടും. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ഇതാ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്നിട്ട് 2 ആളെ ഫോട്ടോ വെക്കുക അപ്പുറപ്പുറം. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിവാദമാണ്. ഒരു വിവാദം ഉണ്ടാവില്ല. പറഞ്ഞ വിഷയമായി എഴുതിയ ടൈറ്റിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. റമദാൻ മാസത്തിൽ വരെ അത് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിനെന്നറിയോ? പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാതകമാണത്. ആലിമീങ്ങൾ, ഉസ്താദുമാരും തങ്ങന്മാരും സയ്യിദന്മാരും അത് പറയുന്നവരൊക്കെ ഫോട്ടോ അപ്പുറപ്പുറം വെച്ചിട്ട് അങ്ങനെ അടിച്ചിറക്കുന്ന ഓരോന്ന് എന്തെങ്കിലും നുണയായിട്ട് ടൈറ്റിലും വെക്കും. നമ്മളൊന്നും പിന്നെ പറയാൻ പോവാറില്ല. ചെയ്യുന്നവര് ചെയ്യട്ടെ എന്ന് വിചാരിക്കല. അതിന് പറയാൻ നിന്നിട്ട് എന്താ കാര്യം? അവരുടെ തിരുത്തൊന്നുമില്ല. അവർ അടുത്ത വീഡിയോ എന്നാൽ അതിനും വേറെ ക്യാപ്ഷറ്റ് വിടും. അവർക്ക് പൈസ ഉണ്ടാക്കണമെന്നേ ഉണ്ടാവുള്ളൂ. അസ്ദഖുഹു, സത്യമേ, ഉള്ളതേ പറയാവൂ. ഉള്ളത് പറഞ്ഞോളൂ, ഇല്ലാത്തത് പറയരുത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞോ ആള് വിചാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്? അവലാ ശഖഖത ഖൽബഹു, ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ കീറി നോക്കിയിട്ടാണോ ഈ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്? അല്ലല്ലോ. പിന്നെ എന്തിന് നിങ്ങളത് പറയുന്നു? അങ്ങനെ ഉള്ളതുപോലെ പറയും. പെണ്ണുങ്ങളെ പ്രത്യേകിച്ച്, നമ്മളൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ഇമോഷണലി ഇന്റലിജന്റ് എന്ന് പറയും. അവരുടെ വിവേകം ഇമോഷനുമായി ബന്ധപ്പെട്ടതാ. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാം പിന്നെ ഇഷ്ടമാണ്. വെറുപ്പാണോ? ആകെ വെറുപ്പായിരിക്കും. പുരുഷന്മാർക്ക് അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഏറെക്കൂടെ ഫാക്ച്വലാണ്. സ്ത്രീകൾ ഇമോഷണലാണ്. അതുകൊണ്ട് പറയുമ്പോ അവൾ ഇന്നത് പറഞ്ഞു, ഇവൾ അങ്ങനെ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, പെങ്ങള് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പലതും പറയാത്തതും പറയപ്പെടാത്തതും ചിന്തിക്കാത്തതൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും ആവരുത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മളോട് വിശുദ്ധ ഖുർആനും പുണ്യ നബിയും പറയാ, നിങ്ങൾ ഉള്ളതേ പറയാവൂ, നുണ പറയരുത്. അസ്ദഖുഹു ഫഖ്താറൂ ഇഹ്ദ ത്വായിഫതൈൻ ഇമ്മ അസ്സബി വ ഇമ്മൽ മാൽ. ഹവാസിന് ഗോത്രക്കാർ അവിടെ വെച്ച് പറഞ്ഞു, പുണ്യനബിയെ, അങ്ങയുടെ കൂടെയുള്ള സത്യസന്ധന്മാരായ അങ്ങയുടെ സ്വഹാബുകളെ കാണുന്നു, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെയും ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങയുടെ കൂടെ ഇരിക്കുന്ന ഈ സ്വഹാബത്തിന്റെ മുഖത്തെ വെളിച്ചം ഞങ്ങൾ കാണുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഹവാസിൻ ഗോത്രക്കാർ മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഹബീബിന്റെ മുമ്പിൽ അവർ വന്ന് പുണ്യനബി ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ അനുയായികൾ ഇവരാണ്, നിങ്ങളുടെ ആളുകൾ ഇതാ ഇവിടെ കിടക്കുന്നു, എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടം സത്യമേ പറയാവൂ, ഉള്ളതുപോലെ പറയാവൂ, നിങ്ങൾ ഇല്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞപ്പോ
ഹബീബായ നബി തങ്ങളെ മനസ്സിലാക്കുകയും ഹബീബിന്റെ കൂടെ ഞങ്ങൾക്കും ചേരണമെന്ന് പറഞ്ഞ് ഹവാസിൻ ഗോത്രം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ദീർഘമായൊരു ഹദീത്തിൽ വിവരിക്കുന്നുണ്ട്. സത്യസന്ധത കൊണ്ട് എത്ര ആളുകൾ ഒരു മുസ്ലിമായ മനുഷ്യനെ കച്ചവടത്തിന് നിർത്തിയാൽ ആ മനുഷ്യൻ പൈസ അവിടെ നിന്ന് വലിക്കരുത്, മുതലാളിയെ പറ്റിക്കരുത്. അയാൾ ഒരു പക്ഷെ കോടികൾ കയ്യും കണക്കില്ലാത്ത പൈസ ഉള്ള ആളായിരിക്കും. പക്ഷേ അള്ളാന്റെ അടുത്ത കണക്കുണ്ട്. എന്റെ മുതലാളി എനിക്ക് നിശ്ചയിച്ച ശമ്പളമല്ലാതെ എനിക്ക് ഒന്നും ഹലാലല്ല. ആ ശമ്പളവും അയാൾ തന്നെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാ. എന്റെ ശമ്പളം ഞാൻ വലിച്ചിട്ട് ബാക്കി എന്നെ പറ്റൂല. സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഒരുപാട് കാലം അവിടെ നിന്നിട്ട് കുറേ കാലം പൈസ ഉണ്ടാക്കി വന്ന ഒരാളോട്, എവിടുന്നെടോ നിനക്ക് ഇത്രയൊക്കെ പൈസ? നീ ഡ്രൈവറായി, നീ ഇവിടെ കച്ചവടത്തിൽ ബക്കാലി ജോലി ചെയ്യായിരുന്നില്ലേ? അതെ. എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ എല്ലാ ദിവസവും ഒരു 100 റിയാൽ ഇങ്ങനെ എടുക്കാറുണ്ട്. പടച്ചോനെ, എന്റെ അറബിയെ നീ പറ്റിക്കായിരുന്നു? അല്ലല്ല, ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ട് എന്നെ എടുത്തത്. എന്തേ പറഞ്ഞത്? മൂപ്പർക്ക് ആയിരുന്നു 100 രൂപ എടുത്തിട്ടുണ്ടോ? പച്ച മലയാളത്തിലേ മൂപ്പർക്ക് അറിയില്ലല്ലോ മലയാളത്തിൽ എന്താ പറഞ്ഞത്. അങ്ങനെ എടുത്തൊക്കെ ആയിരുന്നു പരിപാടി. പിന്നെയൊക്കെ ബോധം തെളിഞ്ഞിട്ടോ, പിന്നെയൊക്കെ തൗബ ചെയ്തു, നന്നായി ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായി. ചിലപ്പോൾ അതൊന്നും സാധിക്കും മുമ്പ് നമ്മൾ മരിച്ചു പോകും, തിരിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ ഒരു കച്ചവടത്തിന് നിർത്തിയാൽ അവൻ പറ്റിക്കൂല എന്ന് മുതലാളിമാർക്ക് തോന്നണം. അത് നമ്മുടെ ഐഡന്റിറ്റി. അതൊരു കച്ചവടം ചെയ്യുന്ന മുഴുവൻ ആളുകളും കസ്റ്റമറെ പറ്റിക്കരുത്, ജോലി ചെയ്യുന്നവർ എംപ്ലോയറെ പറ്റിക്കരുത്, എംപ്ലോയർ എംപ്ലോയീസിനെ പറ്റിക്കരുത്. കാരണം നമ്മൾ സുദ്ഖിന്റെ ആളുകളാണ്, സത്യസന്ധതയുടെ ആളുകളാണ്. അങ്ങനെ ഒരു മാർക്ക് വരണം. CCTV ഇല്ലെങ്കിൽ മോഷ്ടിക്കും, എന്താ പിന്നെ കാര്യം? CCTV അവിടെ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് വെച്ചതുകൊണ്ട് പേടിച്ചിട്ട് എടുക്കണില്ല, ഇല്ലേ എന്നും വലിക്കല പരിപാടി. അങ്ങനെ എത്ര ആളുകളുണ്ട്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. എന്താ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുക? പടച്ചവന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ ദാരിദ്ര്യമാണ് കയ്യിലുള്ളത്, എന്നാലും 4 സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മുതലാളിയാണ് എന്ന് പുണ്യനബി പറഞ്ഞതിൽ ഒന്ന് സിദ്ഖുൽ ഹദീസ്, ഹിഫ്ദുൽ അമാന, ഹുസ്നുൽ ഖുലുഖ്, വഇഫ്ഫത്തു മത്അമിൻ. ഹലാലേ തിന്നാവൂ, സൽസ്വഭാവം കാണിക്കണം ആളുകളോട്, വിശ്വസ്തത കാണിക്കണം, സത്യമേ പറയാവൂ. ഇത് 4 നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ മുതലാളിയാണ്. വകൂനൂ മഅസ്വാദിഖീൻ. സത്യസന്ധന്മാരുടെ കൂടെ നടക്കണമേ. കാരണം സത്യസന്ധത നിങ്ങളെ നന്മയിലേക്ക് നയിക്കും, നന്മ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും. വലാ യസാലു റജുലു യസ്ദുഖു വയതഹറസ്സുദ്ഖ. ചില ആളുകൾ സത്യം പറയുകയും ആ സത്യം തെരഞ്ഞെടുത്ത് അതുതന്നെ പറയുകയും ചെയ്യും. സൂക്ഷ്മതയോടുകൂടെ സത്യം തന്നെ പറയും. അങ്ങനത്തെ ആളുകൾ ഹത്താ യുഖ്തബ ഇൻദല്ലാഹി സുദ്ദീഖ. അവരെ സത്യസന്ധന്മാരായി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ അല്ലാഹു സത്യസന്ധരായി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഹുസ്നുൽ ഖാതിമ. അവരുടെ മരണം നല്ല മരണമായിരിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ഹുസ്നുൽ ഖാതിമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാചകന്മാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാർ, അവരുടെ ജീവിതത്തിന്റെ കഥകൾ അല്ലാഹു പറഞ്ഞു തരുന്നു. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ ഹബീബായ തങ്ങളോട് അല്ലാഹു ദുആ ഇറക്കാൻ പറഞ്ഞ ഒരു ദുആ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്താൽ, നിങ്ങളൊരു അറിയാത്തൊരു സ്ഥലത്ത് പോവാണ്, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ നിങ്ങൾ ട്രെയിൻ അവിടെ നിൽക്കുകയാണ്, ഫ്ലൈറ്റ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ അവിടെ നിർത്തുകയാണ്, ബസ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുകയാണ്, ബൈക്ക് അവിടെ ഷെയ്ഡാക്കി നിർത്തുകയാണ്. നിർത്തുന്ന സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ഒരു ആയത്താണിത്. വഖുർ റബ്ബി റബ്ബി അദ്ഖിൽനി, അങ്ങനെ മതി. പക്ഷെ ആയത്ത് മുഴുവൻ ഓതുമ്പോൾ വഖുൽ, അങ്ങ് പറയുക നബിയേ, റബ്ബി എന്റെ രക്ഷിതാവേ,
അദ്ഖിൽനീ മുദ്ഖല സുദ്ഖിൻ, സത്യസന്ധതയുടെ ഒരു പ്രവേശനം, സത്യസന്ധതയാൽ കയറി ചെല്ലുന്ന ഒരു ഇടം, അവിടം എനിക്ക് സത്യസന്ധതയുള്ളതാക്കി തരേണമേ, എൻ്റെ നീയത്ത് നന്നാക്കി തരേണമേ, ഞാൻ കയറി ചെല്ലുന്ന സ്ഥലം ഖൈറായ സ്ഥലമാക്കി തരേണമേ. വഅഖ്രിജ്നീ മുഖ്റജ സുദ്ഖിൻ, ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവേ ഒരു സത്യസന്ധതയുടെ കൂടെ തന്നെ എന്നെ ആക്കിത്തരണം, സത്യസന്ധന്മാരുടെ കൂടെയാക്കി തരണം, നല്ല ഒരിടത്തേക്ക് ആക്കിത്തരണം. നിന്റെ അദാബില്ലാത്ത, നിന്റെ ഗളബും നിന്റെ ദേഷ്യവും ഇല്ലാത്ത, നീ പൊരുത്തപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു തന്നെ ആക്കിത്തരണം റബ്ബേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ എനിക്ക് നീ നിന്റെ പരിപൂർണമായ ഒരു ശക്തിയും ഒരു കരുത്തും ഒരു കാവലും റബ്ബേ നീ എനിക്ക് നൽകണമേ. പരിചയമില്ലാത്ത ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും നീ പരിചയം ഉണ്ടെങ്കിലും ഇത് ചൊല്ലണം. റബ്ബി അദ്ഖിൽനീ മുദ്ഖല സുദ്ഖിൻ, ചൊല്ലി നോക്കൂ. വഖുൽ റബ്ബി അദ്ഖിൽനീ മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നീ മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. മദീന എന്ന പുണ്യനാട്ടിലേക്ക് ഹബീബ് കടന്നു ചെല്ലുമ്പോൾ മക്ക എന്ന നാടിനോട് പുണ്യനബി കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞൊരു രംഗമുണ്ട്. അത് ദേശസ്നേഹമാണ്. മക്കയോടുള്ള, ജന്മനാടിനോടുള്ള ഹബീബിന്റെ സ്നേഹമാണത്. മക്കയോട് നോക്കിയിട്ടാ നബി തങ്ങൾ പറഞ്ഞത്, യാ മക്കച്ചു, മക്കയേ. ഒരു മനുഷ്യനോട് പറയണ പോലെ പുണ്യനബി മക്കയുടെ പേര് വിളിച്ചു. നമ്മൾ മട്ടന്നൂരേ എന്നൊക്കെ പറഞ്ഞാൽ മട്ടന്നൂര് കേൾക്കുമോ? പക്ഷെ അത് മനസ്സിന്റെ സ്നേഹമാണ്, നാടിനോടുള്ളൊരു സ്നേഹമാണ്. യാ മക്കച്ചു, മക്കയേ, അൻതി അഹബ്ബുൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്കയെ. നീ ഹബീബിന്റെ ജന്മസ്ഥലമാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വളർന്നത് അവിടെയാണ്, കഅബാലയം അവിടെയാണ്, ഹജറുൽ അസ്വദ് അവിടെയാണ്, സഫയും മർവയും അവിടെയാണ്, ഹസീം അവിടെയാണ്, മീസാബ് അവിടെയാണ്, അവിടെയാണ് അൽ മസ്ജിദുൽ ഹറാം ഉള്ളത്. മക്ക ഹബീബിന്റെ നാടാണ് മക്കയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ. ലൗലാ അന്ന ഖൗമക യഖ്റജൂനി മാ ഖറജ്ത, നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മക്കയെ നിന്നെ വിട്ട് പോകുമായിരുന്നില്ല. ഞാൻ നാട് വിട്ടു പോവാൻ. അത് ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ദൂരല്ല. മക്കയിൽ നിന്നും മദീന എന്ന് പറഞ്ഞ 550 കിലോമീറ്റർ അന്നത്തെ വഴി ദൂരമുണ്ട്. ഇന്നൊരു 400 കിലോമീറ്ററിലേക്ക് എത്തും. ട്രെയിനാണെങ്കിൽ ഫാസ്റ്റ് 1-2 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിൻ വരെ ആയി അല്ലേ. അന്ന് മലമുകളിലൂടെ, മലഞ്ചെരുവിലൂടെ, താഴ്വാരങ്ങളുടെ കല്ലുകൾക്കിടയിലൂടെ യാത്ര ചെയ്യണം. അതും 500-ലേറെ കിലോമീറ്റർ. 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായത്? സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് ബോംബെക്ക് 1000 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഏകദേശം പകുതിയായത്. റബ്ബി, അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, അദ്ഖിൽനീ മുദ്ഖല സുദ്ഖിൻ, ഇനി ഞാൻ കയറി ചെല്ലുന്ന സ്ഥലം അല്ലാഹുവേ അഹബ്ബൽ ബിലാദി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരിക്കണം. അതാണ് അല്ലാഹുവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നാട് അത് തന്നെയാണ്, മക്ക തന്നെയാണ്. പക്ഷെ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ പോകുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരിക്കണം റബ്ബേ. അത് മദീനയാണ്, മദീനത്തുൻ നബി, ഹബീബിന്റെ മദീനയാണത്. ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജതൻ മഈ, റമളാനിലെ ഒരു ഉംറ ഹബീബിന്റെ കൂടെ ചെയ്ത ഹജ്ജ് പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഈ റമളാനിൽ അല്ലെങ്കിൽ അടുത്ത റമളാനിലെങ്കിലും അല്ലാഹു ഒരു ഉംറ നിർവഹിക്കാൻ തൗഫീഖ് തരട്ടെ. ഹബീബിന്റെ കൂടെ ചെയ്ത ഹജ്ജിന്റെ കൂലി അത് റമളാനിലേ കിട്ടുള്ളൂ. തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി, വെറും ഒരു ഹജ്ജിന്റെ കൂലിയല്ല, തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടും റമളാനിൽ ഉംറക്ക്. നമ്മൾ റമളാനിലാണ് ഈ പറയുന്നത്. മദീന നമ്മൾ എത്തണം. മദീന ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ആ ജസദു ഷരീഫ് കിടക്കുന്ന പ്രദേശമാണത്. ലോകത്തിലെ അഫ്ളലുൽ ബിഖാഅ്, മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണ് എന്ന് പറഞ്ഞാൽ തുർബത്തുൻ ളുമ്മത് അദുമൻ നബി, ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം കിടക്കുന്ന, ചേർന്ന് കിടക്കുന്ന മണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് എന്ന് ബിജ്മാഇൽ ഉലമാ അല്ലാമാ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്.
കെട്ടിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കഅബാലയമാണ്. മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബ് കിടക്കുന്ന ഹുജ്റത്തു ഷരീഫയാണ്, അവിടുത്തെ റൗളയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മദീനയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു ഹബീബിനോട് ചൊല്ലാൻ പറഞ്ഞതാണ്, പറഞ്ഞോളൂ നബിയേ, വഖുൽ, അങ്ങ് പറയണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ, ഞാൻ കയറി ചെല്ലുന്ന ഈ മദീന സത്യസന്ധമായ ഒരു നാടാക്കി തരണം റബ്ബേ, സത്യത്തിന്റെ നാടാക്കണം. ഞാൻ കയറി ചെല്ലുന്നത് സുദ്ഖായ നീയത്ത്, സ്വാദിഖായ നീയത്ത് എന്റെ ഖൽബിൽ ഉണ്ടാവണം. ഇതൊക്കെ ആ വാക്കിനർത്ഥമാണ്. നല്ല നീയത്തോടുകൂടെയാണ് ഞാൻ അവിടേക്ക് കയറി ചെല്ലേണ്ടത്. എന്റെ നീയത്ത് നന്നാവണം, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണം. ഇതൊരു നല്ല നാടാക്കി തരണം റബ്ബേ. വഅഖ്രിജ്നി, ഇനി മദീനയിൽ നിന്ന് ഞാൻ പുറത്തു പോരുകയാണെങ്കിൽ മുഖ്റജ സുദ്ഖിൻ, മദീന വിട്ട് മറ്റെവിടേക്കെങ്കിലും ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടവും അല്ലാഹുവേ നീ നല്ലതാക്കി തരണം. വജഅൽലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ നിനക്ക് നിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഒരു സഹായം എനിക്ക് നീ നൽകണം പടച്ചവനേ. അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ നാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുദ്ഖല സുദ്ഖിൻ, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുഖ്റജ സുദ്ഖിൻ, നമ്മുടെ യാത്രയും ഖൈറായി, തിരിച്ചു വരുന്നതും ഖൈറായി. സത്യസന്ധന്മാരെ കണ്ടുമുട്ടുക. രാത്രിയൊക്കെ വഴി GPS ഉള്ളതുകൊണ്ട് ആരും വഴി ചോദിക്കാറില്ല. പണ്ടൊക്കെ വഴി ചോദിച്ചിട്ടല്ലേ യാത്ര പോവുക. അപ്പൊ മനഃപൂർവ്വം തെറ്റിച്ച് പറയുന്ന ചില നാട്ടുകാരുണ്ട്. അവിടെ ചെന്ന് വഴി ചോദിച്ചാൽ അവർ നേരെ ഓപ്പോസിറ്റേ പറയുള്ളൂ. ഇവിടെ നിന്ന് എങ്ങനെ കണ്ണൂർക്ക് പോകാൻ ഇരിട്ടിക്കുള്ള റൂട്ടിൽ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ സാധനം കൊണ്ട് പോകും, കുറേ എത്തിയിട്ട് തിരിയത് എന്താ എത്താത്തത്. അപ്പോൾ ആ നാട്ടുകാർക്ക് അങ്ങനെ ജോക്ക്, അവരങ്ങനെ തമാശ കളിക്കുന്ന ആൾക്കാരാണ് അത്ര. നാടിന് എനിക്കറിയാം, നാട് ഞങ്ങളങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ പരിപാടി ഉണ്ട് നല്ലത്. അപ്പോൾ അതിവിടെ കണ്ണൂർ ജില്ലയിൽ നിന്നല്ല കേട്ടോ, പേടിക്കണ്ട. പക്ഷേ അതൊരു പ്രയാസപ്പെടലാണ്. അള്ളാഹുവിനോട് ആദ്യമേ അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ, സത്യസന്ധതയുടെ, സത്യസന്ധന്മാരുടെ, നല്ലവരുടെ ഒരു നാട്ടിലായിരിക്കണം ഞാൻ കയറി ചെല്ലുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ എന്റെ മരണശേഷം, എന്റെ കാലശേഷം സൽപേര്, സത്യസന്ധതയുടെ ഒരു പേര് നീ എനിക്ക് നൽകണമെന്ന് ഇബ്രാഹിം നബി ചോദിച്ചു. അല്ലാഹു അത് കൊടുത്തു. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്തായിട്ട് ഇന്നും ദ അബ്രഹാമിക് ഫെയ്ത്ത്സ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്ന മതം എന്ന നിലയിൽ ഇന്ന് അത് ഇസ്ലാം മാത്രമാണ്. എന്നാലും ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, ഈ മൂന്ന് മതങ്ങളെയും, സെമിറ്റിക് മതങ്ങളെ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ വന്ന മതങ്ങൾ എന്നാണ് അറിയപ്പെടുക. പ്രൊഫറ്റിക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു പ്രൊഫറ്റിക് ലെഗസി എന്ന് പറയുന്നു. ഇബ്രാഹിം നബിയെ എല്ലാ സെമിറ്റിക് മതക്കാരും അംഗീകരിക്കും, ജൂതന്മാരും അംഗീകരിക്കും, മുസ്ലിമീങ്ങൾക്ക് ബഹുമാനമാണ്, ക്രിസ്ത്യാനികൾക്കും ബഹുമാനമാണ്. സെമിറ്റിക് മതങ്ങൾ മൂന്നെണ്ണമാണ്: ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം. ഇവരെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഫലസ്തീനിലാണ് മഹാന്റെ ഖബറുള്ളത്. അല്ലാഹു ഞങ്ങളെ സിയാറത്ത് ചെയ്യാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആദ്യഘട്ടം പുണ്യനബിതങ്ങൾ ഖുറൈശികളോട് ചോദിച്ചത് അവിടുത്തെ സത്യസന്ധതയെ കുറിച്ചാണല്ലോ. സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പുണ്യനബി ചോദിച്ച ചോദ്യമല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ റബീഉൽ അവ്വലിൽ പ്രസംഗിക്കുമ്പോൾ ആ ചരിത്രം പറയും. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? പറയൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, മാ ജറബ്നാ അലൈക കദിബൻ അബദാ, നിങ്ങൾ ഒരിക്കലും ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ലല്ലോ. മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, സത്യം മാത്രമല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടാണ് നബി ഞങ്ങൾ പറയുന്നത്, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ബഹുദൈവാരാധന നിർത്തിയില്ലെങ്കിൽ.
പടച്ചവൻ അല്ലാഹുവാണ്. സൃഷ്ടാവ് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. കണ്ണുകളെയും സർവ്വചരാചരങ്ങളെയും പടച്ചവനാണവൻ. അവനറിയാവുന്നതെല്ലാം ഇവിടെ പടച്ചു തന്നിട്ടുണ്ട്. ഓരോ മണൽത്തരിയും ഓരോ ചെടിയും വായുവും അന്തരീക്ഷവും സൂര്യനും ചൂടും തണുപ്പും രാത്രിയും പകലും നക്ഷത്രങ്ങളും താരസമൂഹങ്ങളും ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചതാണ്. ഈ ഓടും കല്ലും ഒക്കെ, സിമെന്റും നമ്മൾ പെയിന്റ് അടിക്കുന്നതടക്കം. പെയിന്റ് ഒക്കെ വരുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. പെട്രോ കെമിക്കലാണ് ഈ പെയിന്റ് എന്ന് പറഞ്ഞ സാധനം. പെയിന്റ് അടിക്കൂലേ നമ്മൾ? പെയിന്റ് പെട്രോ കെമിക്കലാണ്. പെയിന്റ് ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലെ പെട്രോളിയം കുഴിച്ചെടുത്ത് അതിന്റെ വേസ്റ്റ് മാറ്റിയിട്ടാണ് പെയിന്റ് ഉണ്ടാവുക. ആ പെട്രോ കെമിക്കൽ ആഡ് ചെയ്താലേ പെയിന്റ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകും. അതൊക്കെ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. നെയിൽ പോളിഷ് അടക്കം പെട്രോ കെമിക്കൽ. ലിപ്സ്റ്റിക് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പെട്രോ കെമിക്കൽ, പെട്രോ കെമിക്കൽ കണ്ടന്റുകളാണ് അതൊക്കെ. സുബ്ഹാനല്ലാഹ്, എല്ലാം ഭൂമിന്റെ ഉള്ളിൽ അല്ലാഹു ഇവിടെ പടച്ചു തന്നത്. ഡയമണ്ട് അടക്കം, പാറ അടക്കം, പാറക്കല്ലുകളും ഡയമണ്ടും, ഒന്ന് വലിയ വിലയുള്ളത്, ഒന്നത്ര വിലയില്ലാത്തത്, എല്ലാം ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ. ആരാ ഇത് പഠിച്ചത്? നിങ്ങൾ പറയും, ആരാ പഠിച്ചത്? നിങ്ങളാണോ? അല്ല, സയൻസ് ആണോ പഠിച്ചത്? എന്ത് സയൻസ് പഠിക്കാൻ? സയൻസ് എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ്. പഠിക്കുന്നതിനാ സയൻസ് എന്ന് പറയാം. അതാ പഠിക്കുന്നത്? അതുമല്ല. സയന്റിസ്റ്റുകളാണോ? അവരും അല്ല. അവര് ജനിക്കും മുമ്പ് ഇവിടെ ഈ ലോകമുണ്ട്. പിന്നെ ആരാ? നമുക്കറിയില്ല. അത് നമുക്കറിയാം. പുണ്യപ്രവാചകർ പഠിപ്പിച്ചു, അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു. അത് ഏകനായ ഒരു സൃഷ്ടാവാണ്, പരബ്രഹ്മമാണ്. ആ സൃഷ്ടാവിന്റെ പേരാണ് അല്ലാഹ്. അതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു ജല്ല ജലാലുഹു. ഒരു ഷോപ്പിന്റെ മുകളിൽ നിന്ന് കറുത്ത പുകയുരുമ്പോ നിങ്ങൾ പറയും, ദേ അവിടെ തീ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ തീ കണ്ടോ? നിങ്ങൾ എന്താ കണ്ടത്? പുകയാ കണ്ടിട്ടുള്ളൂ. തീ കണ്ടിട്ടുണ്ടോ? തീ കണ്ടില്ല. പുക ഉണ്ടെങ്കിൽ അതിന്റെ താഴെ തീ ഉണ്ടാകുമെന്ന് ഹ്യൂമൻ ലോജിക്കാണ്. ഇവിടെ വസ്തുക്കളുണ്ട്. വസ്തുക്കളുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ആള് വേണം. ഇത്ര സിമ്പിളാണ് തൗഹീദ്. ഇത്ര സിമ്പിളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. പുണ്യനബി ഇത് പറഞ്ഞപ്പോഴാണ് തബ്ബല്ലക് അലിഹാദാ ജമഅതനാ, ഇതിനാണോ ഞങ്ങളെ നീ വിളിച്ചു കൂട്ടിയത്? നിനക്ക് ശാപമെന്ന് പുണ്യനബിയോട് പറഞ്ഞപ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب. സൂറത്ത് ഇറങ്ങുകയാണ്. എന്തിനെന്നറിയോ? തങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെട്ടതിന് ശേഷം ഹബീബിനെ ചീത്ത പറഞ്ഞു. പുണ്യ നബി തങ്ങളോട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ നബിയേ, സത്യമല്ലേ നബി തങ്ങൾ പറഞ്ഞത്? അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യുക്തിവാദികളോടൊക്കെ ചോദിക്കുന്നത്, പുണ്യ നബി തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അവിശ്വസിക്കാൻ കഴിയും? എങ്ങനെ അവിശ്വസിക്കാൻ കഴിയും? പുണ്യ നബി തങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കാണിച്ചു തരും. നബി തങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഹബീബായ നബി തങ്ങൾ നിങ്ങളുടെ ഈ പ്രബോധനം കൊണ്ട് ലക്ഷ്യമാക്കിയത് കാശാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരണം. തങ്ങൾ എന്തുണ്ടാക്കി? അവിടുന്ന് വഫാത്താകുമ്പോൾ ഫഖീറായിട്ടാ മരിക്കുന്നത്, അല്ലേ? ഫഖീറായിട്ടാ മരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി എന്തിന് നുണ പറയണം? പരലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് എന്തിന് കളവ് പറയണം? 40 വർഷം വരെ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരു നുണ പോലും അവർക്ക് പറയാൻ കഴിയാത്ത വിധം സത്യസന്ധതയുടെ മാതൃകയായി ജീവിച്ച ഒരു പുണ്യപ്രവാചകൻ അള്ളാഹുവിന്റെ പേരിൽ എന്തിന് നുണ പറയണം? ഇത് ലോജിക് കൊണ്ട് മനസ്സിലാകുന്ന വിഷയമല്ലേ? ലോകത്തൊരുപാട് മത ആചാര്യന്മാരുണ്ട്. പല മതങ്ങളുടെ പേരിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക, കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുക. അവിടെ ലക്ഷ്യം അതാണ്. ഞാനിപ്പോ ഇന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷനിൽ 10 മിനിറ്റ് പിടിച്ചു നോക്കുക. എപ്പോഴും പിടിച്ചു വെക്കാറുണ്ട്. അതെല്ലാം ചോദിക്കാൻ വേണ്ടി എന്താണ് നിങ്ങളൊരു 300 യാത്ര ചെയ്താണല്ലോ ഒരു കൊല്ലത്തിനടുത്ത്. ഞാൻ പറഞ്ഞ യാത്ര പോകുന്ന ആളാണ്. അപ്പോൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ച് എവിടെയൊക്കെ പോകുന്നത്? ഞാൻ പറഞ്ഞ മട്ടന്നൂർ പരിപാടി ഉണ്ട്, പോവാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസ പറഞ്ഞ് അത് പറയുന്ന ആളല്ല എന്ന് പറഞ്ഞു. എനിക്ക് ചാർജ് ഇല്ലാത്ത ആളാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അപ്പം പിന്നെ വേറെ ചോദ്യങ്ങളിലേക്കൊക്കെ ആയി. പിന്നെ എന്താണ് പറയാറുള്ളത്, എന്താ സംസാരിക്കുന്ന വിഷയം എന്തായിരിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. പക്ഷെ അവരുടെ ദൗത്യം നിർവഹിക്കുക. അപ്പം അവർ വിചാരിക്കും പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന പരിപാടിയാണിതെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ അധ്യാപകനാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം അവരും ചിന്തിക്കാതാണ് ഇതെന്തോ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന്. സുബ്ഹാനല്ലാഹ്. സുദഖുൽ പുണ്യ നബി തങ്ങൾ ലോകത്തോട് ദഅവത്ത് ചെയ്തിട്ട് ഹബീബായ നബി തങ്ങൾ
ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഇതിന് നിങ്ങൾ എനിക്ക് പൈസ തരണം, പൈസ തന്നാലേ ഞാൻ അത് പറയുള്ളൂ, പൈസ തന്നെങ്കിലേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുള്ളൂ, ഖുർആൻ ഓതി തരുള്ളൂ. ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു ആലിമും അത് പറയും ചെയ്യരുത്. റസൂലുള്ളാഹി തങ്ങൾ ഇത്ര സത്യസന്ധതയിൽ കൈമാറിയ ഒരു വിശുദ്ധ ആശയമാണിത്. ഈ ആശയം നമ്മളിവിടെ ഇട്ടേച്ചു പോയാലും അത് ഉയർത്തിപ്പിടിച്ച് കാണിച്ച് ലോകത്തിന് മാതൃക കാണിക്കാൻ ഇവിടെ ആളുകൾ വരും. ആളുകളത് ലോകത്ത് പ്രചരിപ്പിക്കും. പുണ്യനബി തങ്ങളുടെ ദൗത്യം അതായിരുന്നു. ഹബീബിന്റെ ജീവിത വിശുദ്ധി അതാണ്. സത്യസന്ധതയാണ് ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇഖ്റഇന്റെ അനുഭവം ഉണ്ടായപ്പോ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമുമായുള്ള നബി തങ്ങളുടെ ആ ഒരു എൻകൗണ്ടർ, നബി തങ്ങൾ ജിബ്രീൽ തങ്ങളെ കണ്ടുമുട്ടിയ ഒരു നേരം ഗാർ ഹിറായിൽ കണ്ടുമുട്ടിയപ്പോ ഖദീജ ബീവിയുടെ അരികത്തേക്ക് ഓടി വന്നു. യാ ഖദീജ ഖദീജ സമ്മിലൂനി സമ്മിലൂനി, ഖദീജ എനിക്ക് വിറക്കുന്നു, ഖദീജ പേടിയായിട്ട് എനിക്ക് പനി വന്നു, ഖദീജ എനിക്ക് പുതപ്പ് വേണം, പുതപ്പ് വേണം, സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ തങ്ങൾ നബിയാവാൻ പോകുന്നു എന്ന് പോലും തങ്ങൾക്കപ്പോൾ അറിയില്ല. അത് പിന്നെ വറഖത്ത് ബിൻ നൗഫലിന്റെ അരികത്തേക്ക് അന്ന് പ്രായമായി അന്ധത ബാധിച്ച ആ ഒരു മുത്താപ്പയുടെ മകന്റെ അരികത്തേക്ക് ഖദീജ ബീവി നബിയെ കൊണ്ടുപോയപ്പോഴൊക്കെയാണ് ഇന്നമാ ജാഅക നാമൂസുൽ അക്ബർ, ഇത് മാലാഖയാണ് അങ്ങയുടെ മുമ്പിൽ വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. തങ്ങൾക്ക് പോയത് അറിയില്ല. ഖദീജ ബീവി എന്താ നബി തങ്ങളോട് ആദ്യം പറഞ്ഞ വാക്ക് എന്താ? ഖദീജ ബീവിയുടെ മറുപടി ഖല്ലാ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കില്ല. ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, നബിയേ നിങ്ങളെ ഒരിക്കലും അല്ലാഹു കൈവടിയുകയില്ല. വല്ലാഹി ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യം പറയുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, പാവപ്പെട്ടവർക്ക് നിങ്ങൾ സേവനം ചെയ്യുന്നവരാണ്. നിങ്ങൾ ആതിഥ്യമര്യാദ കാണിക്കുന്നവരാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സേവനത്തിനിറങ്ങി പുറപ്പെടുന്ന സന്നദ്ധ സേവകനല്ലയോ അങ്ങ് നബിയേ? അങ്ങനത്തെ അങ്ങയെ അള്ളാഹു കൈവടിയൂല. നബി തങ്ങളുടെ ക്വാളിറ്റിയാണ് പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അബ്ശിറു, സന്തോഷിച്ചോളൂ, അത് ഹബീബ് ചെയ്ത പണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളപ്പൊക്കങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വയനാടിലെ ഉരുൾപൊട്ടലുകൾക്ക് ഉണ്ടായപ്പോഴേ അങ്ങോട്ട് സേവനത്തിന് പോയ സേവകരുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ, നമ്മുടെ ഹബീബ് ചെയ്ത പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക ലതസിലുർ റഹിം. 12:45 നിർത്തണം. അപ്പൊ നമുക്ക് 12:55 സദസ്സ് പിരിയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പോഴേക്ക് നിർത്താം. 1 മണിക്ക് ളുഹുർ ജമാഅത്ത് നടക്കാനുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും വസ്വാസ് വരും, എൻ്റെ ജമാഅത്തൊക്കെ മുടക്കിയിട്ട് എന്തിനാ വേദ, അത്രയൊക്കെ വേണ്ടിയിരുന്നോ? ഇൻഷാ അല്ലാഹ് അതിനൊന്നും തടസ്സാവാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? വൈൻഡപ്പ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവിടെ സംഘാടക സമിതി എഴുതി തന്നത്. അൽഹംദുലില്ലാഹ്. പുരസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പറയണോ? വേണ്ടല്ലേ? വേണ്ട, ഓവറാവും. മതി മതി മതി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബാക്കി പിന്നെ പറയേണ്ടി വരും ഇൻഷാ അല്ലാഹ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അയ്യുഹസ്സുദ്ദീഖ അഫ്തിനാ ഫീ 7 ബഖറാത്തിൻ സിമാൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വപ്ന വ്യാഖ്യാനത്തിന് വിളിച്ചുകൊണ്ടുവരുമ്പോ യൂസുഫ് നബി അഡ്രസ് ചെയ്യുന്ന വാക്കത യൂസുഫ് അയ്യുഹസ്സുദ്ദീഖ, സത്യം മാത്രം പറയുന്ന സിദ്ദീഖായ യൂസുഫ് നബിയെ. നമ്മുടെ ഹബീബും അങ്ങനെയായിരുന്നു. തസ്ദുഖുൽ ഹദീസ്, ഖദീജ ബീവി പുണ്യനബിയെ കുറിച്ച് പറഞ്ഞ പ്രയോഗം അതാണ്. അങ്ങ് സത്യം പറയുന്നവരാണ്, സത്യം പറയുന്നവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് വന്നു. എന്തേ? സത്യമേ പറയുമായിരുന്നുള്ളൂ. നിബിതങ്ങളെ സത്യമായി വിശ്വസിച്ചവരുമാണവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കൂട്ടുകാർ.
ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, ഞാൻ നബിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഫഖുൽതും, സ്വഹാബികളെ നിങ്ങളിൽ പല ആളുകളും ആദ്യകാലം എന്നോട് പറഞ്ഞത് കദബ്ത ഫി അവ്വലിൽ അംർ, നിങ്ങളൊക്കെ എന്നോട് നുണ പറഞ്ഞു എന്നല്ലേ ആദ്യങ്ങളിലൊക്കെ പറഞ്ഞത്. എൻ്റെ അബൂബക്കർ പറഞ്ഞു സ്വദഖത, നബിയെ നിങ്ങൾ സത്യമാണ് പറഞ്ഞത് എന്ന് എൻ്റെ അബൂബക്കറാണ് പറഞ്ഞത്. വവാസാനി ബിനഫ്സിഹി വമാലിഹി, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ കൂടെ നിന്ന ആളാണ് എൻ്റെ സിദ്ദീഖ്. ഫഹൽ തരികൂലി സാഹിബി, എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖിനെ വേദനിപ്പിക്കാതെ നിങ്ങളൊന്ന് വെറുതെ വിടുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ നബി ഇടപെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം. അതിനുശേഷം ആരും സിദ്ദീഖ് എന്നവരൊന്നും പറയില്ല. മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. സിദ്ദീഖ് എന്നവർക്ക് വേദനിച്ചു. തങ്ങൾ പറഞ്ഞു, എന്ത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ നിന്ന് ഞാൻ പറയുന്നത് നുണയാണെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് എൻ്റെ കൂടെ പറഞ്ഞ ആളല്ലേ സിദ്ദീഖ് എന്നവര്. സ്വഹാബികളിൽ സത്യസന്ധത കൊണ്ട് പേര് കേട്ട ഒരു സ്വഹാബിയുണ്ട്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. തബൂക്കിലേക്ക് മഹാനവറുകൾ ഒറ്റക്ക് വരുമ്പോൾ പുണ്യനബി ആ മണൽക്കൂനകൾ ഇങ്ങനെ കയറി വന്ന് മഹാനവറുകൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ പുണ്യനബി പറഞ്ഞു, കുൻ അബാദർ, കുൻ അബാദർ, അത് അബൂദർ റാവണേ, അത് അബൂദർ റാവണേ. തങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു യുദ്ധത്തിനോ യാത്രയ്ക്കോ പോകുമ്പോഴേ ആരെങ്കിലും ബാക്കിലാണെങ്കിൽ തങ്ങൾ ഇങ്ങനെ ആരെയും അത്ര കാത്തിരിക്കാറില്ല. ഇയകുൻ ഫീഹി ഖൈറുൻ സയൽഹഖുന, ആ മനുഷ്യനിൽ ഖൈറുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എത്തും, നമ്മൾ കാത്തിരിക്കേണ്ട, നമ്മൾ പോകാം എന്ന് പറയും. അബൂദർ തങ്ങളുടെ വിഷയത്തിൽ മാത്രം നബി തങ്ങൾ ചോദിച്ചു, എല്ലാവരും എത്തിയോ? ഇല്ല നബി, അബൂദർ എത്തിയിട്ടില്ല. അബൂദർ തങ്ങളുടെ ഒട്ടകം വളരെ സ്പീഡ് കുറവായിരുന്നു. എന്നാൽ അബൂദർ വരട്ടെ, എന്നിട്ട് തബൂക്കിലേക്കുള്ള ബാക്കി യാത്ര നമുക്ക് തുടരാം എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാത്തിരിക്കാനിട്ട വഴിയിൽ അപ്പൊ ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, കുൻ അബാദർ, കുൻ അബാദർ, അത് അബൂദർ റാവണേ, അത് അബൂദർ റാവണേ, അത് അബൂദർ ആയിരുന്നു റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഇങ്ങനെ നോക്കി പറഞ്ഞു, യംശി വഹ്ദ, ഒറ്റക്ക് നടക്കും, വയഈശു വഹ്ദ, ഒറ്റക്ക് ജീവിക്കും, വയമൂതു വഹ്ദ, ഒറ്റക്ക് മരിക്കും, വയുഹ്ശറു വഹ്ദ, നാളെ ഒറ്റക്ക് അല്ലാഹു അവർക്ക് പുനർജന്മം നൽകും. എല്ലാവരും കാണെ അവരുടെ മഖാമും അവരുടെ ഷറഫും ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ഒറ്റക്ക് പുനർജന്മം കൊടുക്കുന്ന മഹാനാണിത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒറ്റക്ക് തന്നെ ജീവിച്ചത്, ഒറ്റക്ക് തന്നെയാണ് മരണമുണ്ടായത്. 3 പെൺമക്കളുടെ കൂടെ. ആ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, മാ അദല്ലത്തിൽ ഖദറാഉ വലാ അഖല്ലത്തിൽ ഗബ്റാഉ من ذي لهجة أصدق من نبي ذر وهو شبيه عيسى بن مريم. ഈസാ നബിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അബൂദർ തങ്ങളെ കണ്ടാൽ മതി. ഈസാ നബിയുടെ അതേ രൂപമായിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണ് ചില സ്വഹാബിമാരെ നബി തങ്ങൾ മൂസ നബിയെ കുറിച്ച് പറഞ്ഞു, കഅന്നഹു മിൻ റിജാലി ബനി ശനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെയാണ് സയ്യിദുനാ മൂസ നബി എന്ന് പറഞ്ഞിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളെപ്പോലെ മുഖസാദൃശ്യമുള്ള ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. തങ്ങളുടെ സ്വഹാബികളിൽ തങ്ങളുടെ മുഖമുള്ള ആളുകളുണ്ട്. തങ്ങളുടെ സൗന്ദര്യം അത്രയല്ല, ഏകദേശം ഷബീഹുൻ നബി എന്ന് പറയുന്നവർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ജഅഫർ അത്ത്-തയ്യാർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി തങ്ങളുടെ രൂപമായിരുന്നു എന്നാ പറയാം. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സഹോദരനുണ്ട്, ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, അവർ അന്ത്യവിഷമം കൊണ്ട് സമർക്കന്ദിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ ഷാഹി ജിന്ദ എന്ന് പറയുന്ന വലിയൊരു ഖബർസ്ഥാനുണ്ട്. ഒരു മലമുകൾ, തൈമൂറിന്റെ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ ഒക്കെ ഖബറുകൾ അവിടെയാണ്. അതിന്റെ ഏറ്റവും അറ്റത്ത് ഒരു സ്വഹാബിയുണ്ട്, ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് നബി തങ്ങളുടെ കാലത്ത് ദഅവത്തിന് വേണ്ടി പോയതാണ്. മാവറാ അന്നഹർ രാജ്യങ്ങൾ എന്ന് പറയുന്ന പഴയകാല റഷ്യയിലേക്ക്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ. ആ ഖുസം ഇബ്നു അബ്ബാസ് എന്നവർ നബി തങ്ങളുടെ സാദൃശ്യമുള്ള സ്വഹാബിയായിരുന്നു. ഖുസം അബ്ബാസ് തങ്ങളുടെ മഖാമിൽ ഈ ഹദീസ് എഴുതിയിട്ടുണ്ട്, അഷ്ബഹത ഖൽഖി വ ഖുലുഖി, എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും നിങ്ങൾക്കുണ്ടല്ലോ ഖുസമേ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅഫർ തങ്ങൾ അങ്ങനെയാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബല്ല, അവർ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അബൂ സുഫിയാൻ അവരാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله العلي العظيم. 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 الله أكبر الله أكبر. لا إله إلا الله محمد رسول الله. اللهم رب هذه الدعوة التامة الصلاة القائمة محمد الوسيلة والبعث المقام محمد ما شفاعة أنت إنك لا تخلف الميعاد. 12:45 ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തിയിട്ടൊരു 10 മിനിറ്റ് 12:55 ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ അടക്കം കഴിയും കേട്ടോ. 12:55 ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എത്യോപ്യയിലേക്ക് പോയ മുസ്ലിമീങ്ങൾ തിരിച്ചു വന്ന ഒരു സമയം ജാബിർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ട്. ലമ്മ റജഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറത്തുൽ ബഹർ ഇലൽ ഹബ്ശ. എത്യോപ്യയിലേക്ക് പോയ മുഹാജിറത്തുൽ ബഹർ, സമുദ്രം കയറി ഹിജ്റ പോയവർ, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ എത്യോപ്യയിൽ നിന്ന് മടങ്ങി വന്ന് ഹബീബിന്റെ മുമ്പിലേക്ക് എത്തിയ ഒരു നേരം. അന്ന് ഏകദേശം മദീനയിലേക്ക് തങ്ങളെത്തി 5 വർഷമോ 6 വർഷമോ കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോഴാണ് അവർ തിരിച്ചെത്തുന്നത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം നടക്കുന്ന സമയമാണത്. ഞാൻ എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു നേരമുണ്ട്. ഖൈബറിന്റെ വിജയമാണോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വരവാണോ ഞാൻ സന്തോഷിക്കേണ്ടത്? എത്യോപ്യയിൽ നിന്ന് വന്നവരാണ്. തങ്ങൾ അവരോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: അലാ തുഹദ്ദിഥൂനി ബിഅആജീബി മാ റഅയ്തും ബിഅർദിൽ ഹബ്ശ. എത്യോപ്യയിൽ നിങ്ങൾ കണ്ട അനുഭവങ്ങളിൽ അത്ഭുതകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞു തരാനുണ്ടോ? നിങ്ങൾ എന്താണ്, വാട്ട് ഈസ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ്, the most memorable experience you had in Ethiopia? തങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പുണ്യനബി ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഭംഗി നോക്കൂ. എത്യോപ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാത്ത, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു നല്ല അനുഭവം എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരൂ. എത്യോപ്യ എന്ന് ഭരിക്കുന്നത് നജാഷി രാജാവായിരുന്നു. നജാഷി എന്നവർ ആദ്യം ക്രിസ്ത്യാനിയാണ്, പിന്നീട് മുസ്ലിമായി, താബിഈയാണ്. പുണ്യനബിയെ കണ്ടിട്ടില്ല എന്ന് മാത്രം, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വഹാബിയാണ്, തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിമാണ്. പക്ഷേ തങ്ങളെ അരികത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് സ്വഹാബിയായില്ല, അതുകൊണ്ട് താബിഈയായിട്ട് കണക്കാക്കാം.
മഹാനവറുകൾ വഫാത്തായപ്പോൾ മദീനയിൽ ആ സ്വഹാബിക്ക് വേണ്ടി ഗായിബായി മയ്യിത്ത് നിസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നജാശി രാജാവ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മയ്യിത്ത് മുമ്പിലില്ലാതെ ഗായിബായ നിസ്കാരം എന്നാ പറയാം. ആ നിസ്കാരം നബി തങ്ങൾ നിർവഹിച്ചത് ഈ നജാശി രാജാവിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നാണ് സ്വഹാബിമാർ മടങ്ങി വരുന്നത്. അലാ തുഹദ്ദിഥൂനി, സ്വഹാബികളെ നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ, ബിആജീബിമാ റഅയ്തും, നിങ്ങൾ കണ്ട അത്ഭുത അനുഭവങ്ങൾ പറഞ്ഞു തരൂ. ഫീ അർദിൽ ഹബശ, എത്യോപ്യൻ നാടിൽ, എത്യോപ്യയുടെ മണ്ണിൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. അപ്പോ ചില സ്വഹാബിമാർ, ചില യുവാക്കൾ, ബലാ യാ റസൂലല്ലാഹ്, കണ്ടതിൽ ഏറ്റവും കൗതുകകരമായ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞങ്ങൾ പറയട്ടെ. നഹ്നു ജുലൂസുൻ, ഞങ്ങൾ എത്യോപ്യയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോ ഒരു വൃദ്ധയായ ഉമ്മ തലയിൽ ഒരു കുടം നിറയെ വെള്ളവുമായി ഞങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ നടക്കുകയാണ്. മറത്ത് ബിനാ അജൂസുൻ മിൻ അജായിസ് റുഹ്ബാനിഹിം തഹ്മിലു അലാ റഅസിഹാ ഖുല്ലതൻ മിൻ മാ. ആ ഉമ്മയാണെങ്കിലോ അവിടുത്തെ പുരോഹിതന്മാരുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പണ്ഡിതന്മാരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു പ്രായമായ ഉമ്മയാണ്. ആ ഉമ്മ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് ക്രിസ്തുമതത്തിലെ റുഹ്ബാനുകൾ, അവിടുത്തെ പ്രീസ്റ്റുകൾക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. പ്രീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ശരിക്ക് പുരോഹിതൻ പറയല്ലേ, പ്രീസ്റ്റ് മതപുരോഹിതന്മാരെന്ന്. ഇന്ന് സുബൈക്ക് അബുദാബിയിൽ നിന്ന് വരുമ്പോഴേ എൻ്റെ ഹാൻഡ് ക്യാരി കുറച്ച് കിലോ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു ഇത് കമ്പ്യൂട്ടറൊക്കെ അടക്കം കുറച്ച് 13 കിലോ ഉണ്ട്, പറ്റൂല, എനിക്ക് വേറെ ലഗേജൊന്നും ഇല്ലതാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾ ലഗേജിൽ വിടണം, അല്ലെങ്കിൽ ഇത് കനം കുറക്കണം എന്ന് പറഞ്ഞു. 9 കിലോ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ഇതിപ്പോൾ ബാഗിൽ വിട്ടാൻ ഇവിടുന്ന് ലഗേജിൽ കളക്ട് ചെയ്യാൻ സമയം എടുക്കുമല്ലോ, ആകെ 5 മിനിറ്റ് കൊണ്ട് കൗണ്ടർ ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഫിനാസ്, അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കൗണ്ടറിലെ ചെക്കനോട് പറഞ്ഞു, ഹീ ഈസ് വൺ ഓഫ് ദ ഫേമസ് പ്രീസ്റ്റ് ഇൻ അവർ കൺട്രി. അയാൾ മുസ്ലിം എന്നല്ല. അപ്പോൾ അയാളോട് പറയാണ്, ഞങ്ങളുടെ നാട്ടിലെ വലിയൊരു മതപണ്ഡിതനോ അങ്ങനെ ഉദ്ദേശിച്ചു. പ്രീസ്റ്റ് എന്ന വാക്ക് അവർ ഉപയോഗിച്ചത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഹീസ് എ പ്രീസ്റ്റ്. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു പണ്ഡിതനാണ്, സ്കോളറാണ്, അങ്ങനെയൊക്കെ പറയാം. ഹീസ് വൺ ഓഫ് ദ ഫേമസ് പ്രീസ്റ്റ് ഇൻ അവർ കൺട്രി. അങ്ങനെ അത് ട്രാവൽ ചെയ്യേണ്ടതാണ്, അതിനെ ബുദ്ധിമുട്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഉപയോഗിച്ച വാക്കതാണ്. ഈ പ്രീസ്റ്റ് ശരിക്കും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവരുടെ ആ ഒരു ഇതിൽ മതപുരോഹിതൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണത്. പക്ഷേ അമുസ്ലിമായ ഒരു സഹോദരനോട് പറഞ്ഞു കൊടുക്കും, അങ്ങനെയെങ്കിലും പറയാം, അവർക്ക് പുസ്തകം പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്നാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടതാണ്. അപ്പോൾ പിന്നെ റാപ്പ് ചെയ്യേണ്ടി വന്നില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ആക്കിയില്ല, അങ്ങ് പോട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടുത്തെ പ്രീസ്റ്റുകളുടെ ഒരു അജൂസായിരുന്നു ഈ ഉമ്മ എന്ന് പറയാണ്. കാനത്ത് മിൻ അജായിസ് റുഹ്ബാനിഹിം വറഹ്ബാനിയതൻ ഇബ്തദഉഹാ മകതബനാഹാ അലൈഹിം. പ്രീസ്റ്റ് ഒരു പൗരോഹിത്യം എന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്. മുസ്ലിമീങ്ങൾ തന്നെ ചില ആൾക്കാർ, മുസ്ലിമീങ്ങൾ സുന്നി പണ്ഡിതന്മാരൊക്കെ പുരോഹിതൻ എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കറിയില്ല. പുരോഹിതന്മാരെന്ന് പറയുന്നു. അത് മുസ്ലിം അല്ലാത്തൊരു സമൂഹത്തെ പറ്റി പറയുന്ന വാക്കാണത്. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊക്കെ എന്തൊക്കെയാണെങ്കിലും 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ പുരോഹിതൻ, പൗരോഹിത്യം എന്ന് പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ഒരു തീരെ ബഹുമാനമില്ലാത്ത, അറപ്പുളവാക്കുന്ന ഒരു പ്രയോഗമാണ് മുസ്ലിം പണ്ഡിതരെ കുറിച്ച് നമ്മളിൽപ്പെട്ട ആൾക്കാരെന്നെ ഈ പറയാന്ന് പറഞ്ഞാൽ. അത് ചെയ്യരുത്, ദയവ് ചെയ്ത്. അതൊക്കെ നമുക്ക് നിർത്താൻ സമയമായിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മിൻ അജായിസ് റുഹ്ബാനിഹിം തഹ്മിലു ഖുല്ലതൻ അലാ റഅസിഹാ. ഒരു ഉമ്മ, ഒരു വൃദ്ധയായ ഉമ്മ തലയിൽ ഒരു മൺകുടവുമായി വെള്ളം നിറച്ചു പോകുന്ന ചിത്രം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണാം. ആ ഉമ്മയാണെങ്കിലോ ക്രിസ്തീയ പ്രീസ്റ്റുകളുമായിട്ട് ഇടപഴകുന്ന പെണ്ണാണ്. അപ്പൊ അവർക്ക് കുറച്ച് മതപരമായ അറിവുകൾ ഉണ്ടാവും. ആ ഉമ്മ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു നബിയെ. ഫമറത് ബിഫതം മിൻഹും. എത്യോപ്യയിലെ ഒരു ചെറുപ്പക്കാരൻ ആ ഉമ്മയുടെ പിന്നാലെ വന്ന് ആ ഉമ്മ 2 കൈയും പിടിച്ചിങ്ങനെ കുടവുമായി നടന്നു പോകുമ്പോ ആ ഉമ്മയുടെ പിറകിൽ നിന്ന് വന്ന് ഷോൾഡറിൽ 2 കൈയും പിടിച്ച് ആ ചെറുപ്പക്കാരൻ ആ ഉമ്മയെ നബിയെ ആ ഉമ്മയെ തള്ളിക്കളഞ്ഞു.
ആ ഉമ്മ മുട്ടുകാലിൽ താഴെ വീണു. ഫഖറത് അലാ റുക്ബതൈഹാ ഫൻകസറത് ഖുല്ലതുഹാ. ആ ഉമ്മയുടെ കുടം പൊട്ടി, ആ വെള്ളം അവിടെ ചോർന്നുപോയി. ആ ഉമ്മക്ക് വേദനിച്ചു. ഉമ്മ പോകുന്ന കാഴ്ച കണ്ട് ഒരു രസത്തിന് ഒരു ചെറുപ്പക്കാരൻ ആ ഉമ്മയെ വന്ന് തള്ളിയിട്ടതാണ് നബിയെ ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവം. ചരിത്രം കഴിഞ്ഞില്ല. ആ ഉമ്മ എഴുന്നേറ്റ് നിന്നു. ആ ചെറുപ്പക്കാരനായ പയ്യനെ നോക്കി തന്റെ മേൽ ഇങ്ങനെ പരിഹസിക്കുകയും താനൊരു ദുർബലയായ ആരോഗ്യമില്ലാത്ത പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ തള്ളിവിടുകയും ചെയ്ത ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞു, സൗഫ തഅലമു യാ ഗുദർ, എന്നെ വഞ്ചിച്ചവനെ നീ അറിയും. ഇദാ വദഅല്ലാഹുൽ കുർസി, അല്ലാഹുവിന്റെ കുർസി അല്ലാഹു നീട്ടിവെക്കുകയും വജമഅൽ അവ്വലീന വൽ ആഖിരീൻ, മുമ്പ് കഴിഞ്ഞവരെയും പിൻഗാമികളെയും അല്ലാഹു മഹ്ശറയുടെ മണ്ണിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുകയും വതകല്ലമത്തിൽ ഐദി വൽ അർജുൽ, കൈകളും കാലുകളും സംസാരിക്കുകയും ചെയ്യുന്ന നേരം ബിമാ കാനൂ യക്സിബൂൻ കൈഫ അംരി വ അംറുക് ഇൻദഹു ഗദാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഞാനും നീയും റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ നിനക്ക് ബോധ്യമാകും കേട്ടോ ഈ കുരുത്തക്കേടിന്റെ ഫലമെന്ന്. ആ ഉമ്മ അയാളോട് പറയുന്നത് ഞങ്ങൾ കേട്ടു നബിയേ, ഇത് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണല്ലോ നബിയേ. പരലോകമുണ്ടെന്നും അള്ളാഹുവിന്റെ കുർസി അള്ളാഹു നാട്ടുമെന്നും വിചാരണ ചെയ്യുമെന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ ആ ഉമ്മ പറയുന്നത് കേട്ടിട്ട് ഉമ്മ ക്ഷുഭിതയായിട്ട് ഒന്നും പറയാതെ നാളെ അള്ളാഹിന്റെ കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ഇത് കേട്ടപ്പോ പറഞ്ഞു, സ്വദഖത്. ആ ഉമ്മ പറഞ്ഞത് സത്യങ്ങളിൽ വലിയൊരു സത്യമാണ്, സത്യങ്ങളിൽ വലിയൊരു സത്യമാണ് ആ ഉമ്മ പറഞ്ഞത്. എന്നിട്ട് പുണ്യനബി വാക്ക് പറഞ്ഞു, അധസ്ഥിതരായി പീഡിപ്പിക്കപ്പെടുന്ന, യാതനകൾ അനുഭവിക്കുന്ന ദുർബലരായ സമൂഹങ്ങൾക്ക് മുഴുവനും സമാധാനം നൽകുന്ന ഒരു വാക്ക്. കഴിവുള്ള മുഴുവൻ ആളുകളും, യോഗ്യതയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സ്വാധീനമുള്ളവർ, പാവപ്പെട്ടവരെ നോക്കണമെന്നും അവരെ സഹായിക്കണമെന്നും ലോകത്തോട് പുണ്യനബി വിളിച്ചു പറയുന്നൊരു വചനം കേൾക്കൂ നിങ്ങൾ. ഹബീബാ നബി തങ്ങൾ സ്വദഖത്ത് സ്വദഖത്ത് സ്വദഖത്ത്, ആ ഉമ്മ പറഞ്ഞതാണ് സത്യം, ആ ഉമ്മ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മ, ഒരു സമൂഹത്തിന് എവിടെന്നാണ് ഔന്നിത്യം ലഭിക്കുന്നത്? ലാ യുഖദു ലിദഈഫിഹിം മിൻ ശദീദിഹിം, ഒരു സമൂഹത്തിലെ കരുത്തുള്ള ആളുകൾ ആ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോ, അവരെ ദ്രോഹിക്കപ്പെടുമ്പോ ആ ആളുകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആളുകൾ ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ എങ്ങനെയാണ് അല്ലാഹു പരിശുദ്ധന്മാരായി വാഴ്ത്തുന്നത്? അവരെങ്ങനെയാണ് പരിശുദ്ധരാകുന്നത്? പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആളുകളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക് പരിശുദ്ധി അല്ലാഹു നൽകുന്നത് എന്ന് നിബിതങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ചരിത്രത്തെ നിബിതങ്ങൾ അവലോകനം ചെയ്യുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖത്ത്, ആ ഉമ്മ പറഞ്ഞ സത്യങ്ങളിൽ വലിയൊരു സത്യമാണ്. കുനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവണേ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഖുർആൻ, പുണ്യ നിബിതങ്ങൾ നമ്മളോട് പറഞ്ഞ വലിയൊരു പരമമായ സത്യം, നീതി അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കും എന്നതാണ്. സത്യമേ വിജയിക്കുകയുള്ളൂ എന്നതാണ്. നീതിയും ധർമ്മവുമേ ലോകത്ത് വിജയിക്കൂ. അതൊക്കെ മൂടിവെക്കാൻ രാഷ്ട്രീയത്തിന്റെയോ നമ്മുടെ സ്വാധീനത്തിന്റെയോ മറവിൽ ഒരൽപ്പ കാലത്തേക്ക് സാധിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായ വിജയം വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അല്ലാഹു നമ്മളെ സത്യസന്ധരുടെ കൂട്ടത്തിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സദസ്സിലെ സ്വലാത്തുകളെയും ഈ സദസ്സിന്റെ മഹത്വവും ഇതിന്റെ ബറക്കത്തും എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഈ റമളാൻ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റബ്ബേ. ലൈലത്തുൽ ഖദ്റുമായി കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് മുഴുവനും ശിഫ വിധിക്കണേ അല്ലാഹ്. കൈകാലുകൾ, ശരീരങ്ങളിൽ എവിടെയൊക്കെ വേദനകളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അസുഖങ്ങളുണ്ടോ, റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഇവിടെ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു, ഞങ്ങൾ ഓർമ്മയുള്ളവരും ഇല്ലാത്തവരും അറിയുന്നവരും അറിയാത്തവരുമായ അല്ലാഹു എല്ലാ മനുഷ്യർക്കും നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ പടച്ചവനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ റിസ്ക് നൽകണേ റബ്ബേ. കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ
നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആയിരക്കാൻ ഒരുപാട് ആളുകൾ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ പരിപാടിയുടെ ചെലവിലേക്ക് സരിഗമ മുസകുട്ടി ഹാജി 5000 രൂപ ഏറ്റിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടിയും അള്ളാഹുവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ റബ്ബേ. അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. നിങ്ങൾ ഓരോരുത്തർക്കും ബറക്കത്ത് നൽകണേ റബ്ബേ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവർ ലഹരിക്കും മയക്കുമരുന്നിനും അടിമകളായി പോവാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹു, നീ കാത്തുകൊള്ളണേ പടച്ചവനെ. നിന്റെ ഹിഫ്ദില്ലെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല റബ്ബേ. നിന്റെ സംരക്ഷണമില്ലെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല റബ്ബേ. അള്ളാഹു, നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണേ പടച്ചവനെ. ഹൃദയം നന്നാക്കി താ റബ്ബേ. സത്യസന്ധത നൽകണേ റബ്ബേ. അമാനത്ത് നൽകണേ പടച്ചവനെ. ഇഫ്ഫത്തുൽ മത്അം നൽകണേ പടച്ചവനെ. ഹുസ്നുൽ ഖുലുഖ് നൽകണേ പടച്ചവനെ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളും ഞങ്ങളും കുടുംബവും ഒക്കെ ഈ ഉമ്മത്തിലെ യുവതലമുറ വിദ്യാർത്ഥിനികൾ അള്ളാഹുവേ, നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സിദ്ഖിന്റെയും പക്ഷത്ത് നിൽക്കുന്നവരാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി താ റബ്ബേ. മരണത്തിന്റെ മുമ്പ് കലിമ ചൊല്ലി, മരണത്തിന്റെ മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് മരണനേരത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, അള്ളാഹുവേ, ഒരുപാട് ആളുകളുടെ മാതാപിതാക്കളുടെ മറ്റും ആണ്ട് ദിവസങ്ങൾ നമ്മുടെ സഅദ് സാഹിബുണ്ട് ശിവപുരം. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, അദ്ദേഹത്തിന്റെ അമ്മോശം മരിച്ചു. ഭാര്യ കുറച്ച് മുമ്പ് മരണപ്പെട്ടു, അമ്മോശം അടുത്ത് മരണപ്പെട്ടു. ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീം, അങ്ങനെ ആരൊക്കെണ്ടോ ഖബറിൽ കിടക്കുന്നവർ അള്ളാഹുയുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. നിന്റെ ലിഖാ കൊണ്ട് സന്തോഷിപ്പിക്കണേ പടച്ചവനെ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ നിന്നെ കാണാനുള്ളൊരു വരവാണ് എന്ന് തോന്നിപ്പിക്കുന്ന സന്തോഷം കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകണേ റബ്ബേ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആവരുതേ തമ്പുരാനെ. ഒരുപാട് റമദാനുകൾ സനവാത്തിൻ അദീദത്തിൻ മദീദ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ബിജാഹി വഹഖി നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الانبياء والمرسلين الحمد لله رب العالمين. جزاكم الله خيرا. പരിപാടി കഴിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. എല്ലാവരും ചൊല്ലിക്കോളൂ. സുബ്ഹാനകല്ലാഹുമ്മ وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. صلى الله وسلم وبارك على سيدنا محمد. السلام عليكم.